സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമഃ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. ഹരിനാമ കീർത്തനമിതുരചേവതിന്നു ഗുരു വരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പൂള പോലെ ജനനാന്തേന നിത്യഗതി ത്വൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകിൻ മനസ്സി നാരായണായ നമഃ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപഹരി നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിടുമന്നവനു നാരായണായ നമഃ. എൻ പാപമുഖ്യയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവം ഭൂരുഹാക്ഷഹരി നാരായണായ നമഃ. നക്ഷത്ര പംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷിഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമഃ. മൽപ്രാണനും പരനുമൊന്നെന്നുറപ്പവനു തൽപ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ.
അമ്പത്തൊരക്ഷരവും ഓരോന്നിതിൻ മൊഴിയിലൻപോടു ചേർക്ക ഹരി നാരായണായ നമഃ. ആദ്യക്ഷരത്തിലുളവായുന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാവലിയിലോരോന്നിതെന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളുമർക്കേന്തു വൻഹികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവുമോർക്കായി വരേണമിഹ നാരായണായ നമഃ. ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ജീവന്നു കൃഷ്ണഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമഃ. ഉള്ളിൽ കനത്ത മദമാത്സര്യമെന്നിവകളുള്ളോരു കാലമുടനെന്നാകിലും മനസ്സിൽ ചൊല്ലുന്നിതാരും തിരുനാമങ്ങളെന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമഃ. ഊരിന്നു വേണ്ട ചില ദാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട നിജദാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുതഹരി എന്നതിന്നൊരുവർ നാവുന്നേ വേണ്ടു ഹരി നാരായണായ നമഃ. ഋതുവായ പെണ്ണിനുമിരപ്പന്നുദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമഃ. റൗഘോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാവയെന്നു പറയുന്നാകിലും മനസ്സിൽ ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമഃ. നുസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലുമിതജിതന്റെ നാമഗുണമതിനങ്ങു വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമഃ. ലൂകാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടും ഏകാന്ത ഭക്തിയകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമഃ. എണ്ണുന്നു നാമജപരാഗാദി പോയിടുവനെണ്ണുന്നിതാറുപടി കേറിക്കടപ്പതിനു കണ്ണും മിഴിച്ചിവനിരിക്കുന്നൊരേ നിലയിലെണ്ണാവതല്ല ഹരി നാരായണായ നമഃ. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതെൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമഃ. അയ്യഞ്ചുമഞ്ചുമുടനയ്യാറുമെട്ടുമുടനൗവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധ ചൊവ്വോടൊരഞ്ചുമപിരണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ജയ നാരായണായ നമഃ. ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞുകിലെത്തുന്ന മോക്ഷമതിൽ നാരായണായ നമഃ.
കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ. ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നുമതിൻ മീതേ കദാപി സുഖമില്ലെന്നു തൽപരിച്ചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. അംബോജ സംഭവനുമൻപോടു നീന്തിപദ വൻമോഹവാരിധിയിലെന്നേടമോർത്തു മമ വൻപീടി പാരമിവനൻപോടടായ്വതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമ. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടൊരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തോരു നാൾവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ. കഷ്ടം ഭവാനിയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്തീന നീപദ ശപിപ്പിച്ചതെന്തിനിഹ നക്രീണ കാൽ കഥ കടിപ്പിച്ചതെന്തിനിതും ഓർക്കാവതല്ല ഹരിനാരായണായ നമ. ഖട്വാംഗനെന്ന ധരണീശന്നു കാൺകുരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധിച്ചോവോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം അവ്വാരിധൗ ദഹനബാണം തൊടുത്തതും തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ. ധർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവും തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. ജ്ഞാനം കണക്കിയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുപത കൂനൂരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതുമൊന്നല്ലേ ആളു ഹരി നാരായണായ നമ. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടനിന്ദ്രാത്മജന്നുയുധി തേർപൂട്ടി നിന്നുപദ ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജന്നെ ഹരി നാരായണായ നമ. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി ഹരി നാരായണായ നമ. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പരമിന്ദെന്തു ജാതമിഹ നാരായണായ നമ. ഝങ്കാരനാദ്യമിവ യോഗീന്ദ്രരുള്ളിലുമിതോതുന്നു ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരി നാരായണായ നമ. ഞാനിന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമഭി
ചേതസ്സിലാകമമ നാരായണായ നമഃ. ഡങ്കം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹമതു നാരായണായ നമഃ. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേക ശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരമേകാക്ഷരത്തിലിതടങ്ങുന്നു സർവവമു ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഡംഭാദിദോഷമുടനിട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനും തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമഃ. ഠക്കാമൃദംഗ തുടിതാളങ്ങൾ കേട്ടനുഭവിക്കാമിതിന്നിലയിൽ എന്നിടമോർത്തു മമ പാർക്കുന്നതല്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. നത്വാ പരം പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമനു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപദ ശബ്ദങ്ങളുള്ളിൽ വിലസിട്ടുന്നതിനിടയിൽ മുക്തിക്കു കാരണമിതേ ശബ്ദമിന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമഃ. കല്ലിന്നുമീതെ പരമില്ലെന്നു മൂർത്തുമുടനെല്ലാരോടും കുതറിവാപേശിയും സബതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപദ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. ദംഭായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായ്കനികൾ അൻപേറിയ തരുവിൽ വാഴായ്വതിന്നുഗതി നിൻ പാദഭക്തി ഹരി നാരായണായ നമഃ. ധന്യോഹമെന്നുമതി മന്യോഹമെന്നുമതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുദന്തിമയം ഒന്നിച്ചു കൂടിയതും നാരായണായ നമഃ. നന്നായി ഗതിക്കൊരു സഹസ്രാരധാരയിലതന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനർമുന്നം മുളച്ച മുള ഭക്തിക്കു വാഴ്ത്തുവതുമെന്നീ കൃപാനിലയ നാരായണായ നമഃ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ. കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. ഫലമില്ലയാതെ മമ വശമാക്കുല ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേ ഉദിപ്പതിനു കളയായിക കാലം നാരായണായ നമഃ. ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൂർക്കിലുമതന്ധന്നു കാട്ടിയൊരു
കണ്ണാടി പോലെ വരുമെന്നാകിടുള്ള ഹരി നാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ. എത്തുന്നു ദർദുരമുരത്തോടെ പിമ്പെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാങ്മനസു ദേഹങ്ങൾ ചെയ്തതു. എന്തിന്നു മേലിലതുമെല്ലാം എനിക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജനെപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അകലെ ഭവിപ്പതിനു നാരായണായ നമ. ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീ രണ്ടു ശക്തികളതിങ്കേ നുദിച്ചവകൾ നാരായണായ നമ. വദനം നമുക്കു ശിഖിവസനങ്ങൾ സന്ധ്യകളുമുദരം നമുക്കു ദധിയുലകേഴു രണ്ടുമിഹ. ഭുവനം നമുക്കു ശിവനേത്രങ്ങൾ രാത്രി പകലകമേ ഭവിപ്പതിനു നാരായണായ നമ. ശക്തിക്കു തക്ക വഴിയുദ്ധം ഭജിപ്പവനു ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുപദ. ഭക്ത്യാ കടന്നു തവ തൃക്കാൽക്കൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരി നാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം തവ ഹി സദ്യാനരംഗമതിൽ. തത്രാപി നിത്യമൊരിക്കാലിരുന്നരുൾക സത്യസ്വരൂപ ഹരിനാരായണായ നമ. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതുമൊക്കെ ത്വദർപ്പണമതാക്കേട്ടു ഞാനുമിഹ. തൃക്കാൽക്കൽ വീണു ഹരി നാരായണായ നമ. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ. അറിവായി മുതൽ കരളിലൊരു പോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. ളത്വം കലർന്നിതുലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ദിവ്യത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമ. ശരിയായൊരക്ഷരമതിങ്കേ നുദിച്ചതിതു ലിപിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം. അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ. അറിയായുമായി വരിക നാരായണായ നമ. കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴവഴി പോലെ തീർത്തരുൾക
ദുരിതാഭിതൻ നടുവിൽ മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക. നാരായണായ നമഃ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനമിതു കൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാനിതൊരു മൊഴി താൻ പഠിപ്പവനും പതിയാ ഭവാംബുധിയിൽ. നാരായണായ നമഃ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അല്ലേ, ജന്മാഷ്ടമി. നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ നിറച്ചുകൊണ്ട് കുട്ടിക്കണ്ണന്മാരും കുഞ്ഞു രാധമാരും ഒക്കെ ഒരുങ്ങിയിറങ്ങുന്ന ദിവസം ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേകതരം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ മനോഹരമായ കാഴ്ചകളും ആ ചടങ്ങുകളും ആ ആഘോഷങ്ങളും ഒക്കെ കാണാനും അതിൻ്റെ ഭാഗമാകാനും ഒക്കെ സാധിക്കും എന്നതിൻ്റെ സന്തോഷം. ഇന്ന് ഗുരുവായൂരിലാണ് വിശേഷാൽ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരിലേക്ക് പോകണം. അവിടുത്തെ കാഴ്ചകൾ, വൈകുന്നേരത്തെ ഘോഷയാത്രയ്ക്കും ചടങ്ങുകൾക്കുമുള്ള ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്നതൊക്കെ നമുക്ക് നോക്കണം. അവിടെ നിന്ന് ഭവ്യ പാർവതി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. അതോടൊപ്പം തന്നെ പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം ഇന്ന് വലിയ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ദിവസമാണല്ലോ. മാത്രമല്ല ഉച്ച കഴിഞ്ഞതിന് ശേഷം ശോഭായാത്രകൾ നടക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ, ഒരുക്കങ്ങൾ, അങ്ങനെ എല്ലാ മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് തൊട്ടു മുമ്പായി നമുക്ക് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. ഗുരുവായൂരിൽ ഭക്തജന തിരക്ക്. ഉച്ചകഴിഞ്ഞ് നാടെങ്ങും ശോഭായാത്രകൾ. ആഘോഷ പരിപാടികളുടെ സമഗ്ര കവറേജുമായി ന്യൂസ് 18. തിരുവനന്തപുരത്ത് അമീബിക് മെനഞ്ചൈറ്റിസ് ബാധിച്ച 17-കാരന്റെ നില തൃപ്തികരം. രോഗം ബാധിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ നിന്ന് വെള്ളം മൂക്കിൽ കയറിയത് മൂലമെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ്. 3 കുട്ടികൾ നിരീക്ഷണത്തിൽ. പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥി പൂളിൽ ഇറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 16-ന്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു. ഇന്ന് അസമിൽ 19,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 2 പൊതുയോഗങ്ങളിലും മോദി പ്രസംഗിക്കും. ഏഷ്യാ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന് ദുബായിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും ആദ്യമായി നേർക്കുനേർ. ഇന്ന് സഞ്ജു സാംസണും കളത്തിലിറങ്ങും. ആദ്യ മത്സരങ്ങൾ ജയിച്ച ഇരു ടീമുകളും മികച്ച ഫോമിൽ. ചൈനയ്ക്ക് 50 മുതൽ 100 വരെ ശതമാനം തീരുവ ചുമത്താൻ നാറ്റോയോട് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ കൂട്ടിയാൽ റഷ്യയ്ക്കുള്ള ചൈനീസ് സഹായം അവസാനിക്കുമെന്ന് നിഗമനം. നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചാൽ റഷ്യയ്ക്ക് മേൽ വൻ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറെന്നും ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങരുതെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് നാളെ തുടക്കം. രാഷ്ട്രത്തലവന്മാരുടെ യോഗം. ഖത്തറിന് നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുനിലപാടും സംയുക്ത നടപടിയും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ രൂപീകരണം ഇന്ന്. പ്രക്ഷോഭത്തിനിടയിലെ അക്രമങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവയ്പ്പിനെക്കുറിച്ച് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനോട് നിർദ്ദേശിക്കാനും നീക്കം. അപ്പോൾ നമുക്ക് രാവിലെയിലേക്ക് വിശദമായി കടക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, ജന്മാഷ്ടമിയാണ്. അപ്പോൾ ന്യൂസ് 18 സമഗ്ര കവറേജുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട്. അപ്പോൾ
നാടെങ്ങും ജന്മാഷ്ടമി ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. രാജ്യം മുഴുവൻ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായിട്ടാണ് വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി ദിവസം, ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് നമ്മൾ ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ ശോഭായാത്രയും സംഘടിപ്പിക്കും. അപ്പോൾ ഗുരുവായൂരിലാണ് ഇന്ന് പ്രത്യേകമായ ചടങ്ങുകളും ആഘോഷങ്ങളും. അവിടെ ജന്മാഷ്ടമി മഹോത്സവം നടക്കുന്ന ദിവസമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഭവ്യ പാർവതി അവിടെ നിന്ന് ചേരുമെന്ന്. ഭവ്യ മാത്രമല്ല, അവിടെ നിന്ന് MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗുരുവായൂരിലെ കാഴ്ചകളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഭവ്യ, ഗുഡ് മോർണിംഗ്. അവിടെ ഏറ്റവും വലിയ ആഘോഷം, ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇന്ന് പ്രേക്ഷകർക്ക് കാണാൻ കിട്ടുന്ന ഇടമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ? വലിയ തിരക്കാണോ എന്ന് അനുഭവപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും വലിയ തിരക്കായിരിക്കും. ആഘോഷങ്ങളുടെയൊക്കെ ഒരുക്കങ്ങൾ എവിടം വരെയായി ഭവ്യ? ഗുരുവായൂർ അമ്പല നടയിലാണ് ആര്യ ഉള്ളത്. ഇന്നത്തെ ദിവസം ഉണ്ണിക്കണ്ണന്റെ പിറന്നാളാണ്. ആ പിറന്നാൾ കെങ്കേമമാക്കാൻ ഇവിടെ എത്തിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. കാരണം ഞങ്ങൾ രാവിലെ, ഞാനും MS അനീഷ് കുമാറും ഉണ്ട്, നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്ത് വലിയ തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്യൂ അങ്ങ് നടപ്പന്തൽ കഴിഞ്ഞ് പോയ സാഹചര്യമാണ്. അത്രമാത്രം ഇന്നത്തെ ദിവസം കൃഷ്ണ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അഷ്ടമി രോഹിണി നാളിൽ ഭഗവാനെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത് 10,000-കണക്കിന് ആളുകളാണ്. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസം വിവാഹം ഗുരുവായൂർ 200 വിവാഹങ്ങളാണുള്ളത് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ പുലർച്ചെ 4 മണിക്കാണ് ഈ വിവാഹ ചടങ്ങുകൾ തുടങ്ങിയത്. കാരണം അത്രമാത്രം ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണിയോടുകൂടി ഇവിടുത്തെ വിവാഹ ചടങ്ങുകൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം വിവാഹം കഴിക്കുക എന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഇവിടുത്തെ ഭക്തരൊക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിവാഹം ഈ ദിവസം എത്തിയത്. എന്തായാലും ഇന്ന് ഗുരുവായൂരപ്പന്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, എപ്പോ വന്നയാ? രാവിലെ വന്നു. അതെ. എവിടെയാ? നാട് എവിടെയാ? ട്രിവാൻഡ്രമാണ്. വിവാഹമുണ്ട്. ചേട്ടന്റെ വിവാഹമാണോ? അല്ലല്ല, എന്റെ കസിന്റെ വിവാഹമാണ്. കസിന്റെ വിവാഹത്തിന് കൂടെ വന്നു. അതെ. ശരി, നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? ഇവിടെയുള്ള തൊഴാൻ വന്ന ആളാണ്. തൊഴുതോ? തൊഴുത് ഒരു കല്യാണം ഉണ്ട് എന്റെ സിസ്റ്ററുടെ മകളുടെ. എപ്പോ തൊഴുതു? തൊഴുതെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിട്ട് ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറിയില്ല, ചുറ്റമ്പലത്തിന്റെ പുറത്ത് വിളക്കിന്റെ അടുത്ത് നിന്ന് തൊഴുതു. അല്ലാതെ തൊഴാനായിട്ട് ഒരു രക്ഷയില്ല. ഒരു 2 മണിക്കൂർ ക്യൂ നിന്ന് മതിയാക്കി പോകുന്നതാണ്. അതാണ്, 2 മണിക്കൂർ ക്യൂ നിന്ന് മതിയാക്കി പോയ ഒരു ചേട്ടനെയാണ് നമ്മൾ കണ്ടത്. കാരണം അത്രമാത്രം തിരക്കാണ് ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കുറച്ച് റിസ്ക് ആണ് അത്. അതുകൊണ്ട് തന്നെ ക്യൂ നിന്ന് ഭഗവാനെ കാണാൻ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. രാവിലെ മുതൽ, അതായത് എനിക്ക് തോന്നുന്നു 2 മണി 3 മണിക്ക് മുതലേ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ചുറ്റുമുള്ളത്. അത്രമാത്രം തിരക്കാണ് ഭഗവാനെ കാണുക. നമുക്ക് ഇവിടെ ഒരു ആളുകളെ കാണാം. ഇതാ, വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന 2 പേരുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകണം. ഫോട്ടോഷൂട്ടിലാണോ? അതെ. കല്യാണം കഴിഞ്ഞു. ഹാപ്പി മാരിഡ് ലൈഫ്. എന്താ പേര്? റാണി. അരുൺ. ഇന്നത്തെ ദിവസം കല്യാണത്തിന് തെരഞ്ഞെടുത്ത എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ ഈ മന്താ നോക്കിയത്. കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി മന്താണ്. അപ്പൊ എല്ലാം കൂടെ കൊണ്ട് ഈ ഡേറ്റാ കിട്ടിയത്. പ്രണയവിവാഹമാണ്. അതെ. അപ്പം കണ്ണനെ കണ്ടു. ഇന്നലെ പോയി കണ്ടായിരുന്നു. തിരക്ക് എങ്ങനെയുണ്ട്? നല്ല തിരക്ക്. ഓക്കെ. അപ്പം 2 നവദമ്പതികൾക്കും ന്യൂസ് 18ന്റെ ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു. 2 നവദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരെന്തായാലും ഇന്നത്തെ ദിവസം അവരുടെ പ്രണയ ദിനം കൂടിയാണ്, അതായത് പ്രണയത്തിന്റെ ഒരു ആനിവേഴ്സറി കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തതെന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നത്തെ ദിവസം തെരഞ്ഞെടുക്കാൻ. എന്തായാലും ഗുരുവായൂരിൽ അത്രമാത്രം അഭൂതപൂർവമായ തിരക്കാണ്. യെസ്, നമുക്കപ്പം 2 പേരും കൂടെ ചേരുന്നുണ്ട്. എന്താ പേര്? ചിന്നു. എവിടുന്നാ വരുന്നേ? പന്തളം. കല്യാണം ആണോ ഇന്ന്? അല്ലല്ല, എന്റെ നാത്തൂന്റെ കല്യാണമാണ്. നാത്തൂന്റെ കല്യാണത്തിന് കൂടെ വന്നത്? അതെ. എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്ക്?
നല്ല തിരക്കാണ്. അഷ്ടമി രോഹിണി പ്രമാണിച്ച് നല്ല രീതിയിൽ നല്ല തിരക്കുണ്ട്. വിവാഹങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു ദിനത്തിൽ തന്നെ നടക്കാൻ സാധിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എവിടുന്നാ വരുന്നേ? പന്തളമാണ് എന്റെ സ്വദേശം. കല്യാണം കഴിച്ചത് കൊല്ലത്തേക്കാണ്. അപ്പം കണ്ണനെ തൊഴാൻ പറ്റിയോ? കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ണന്റെ ആഗ്രഹപ്രകാരം കാണാൻ പറ്റുന്നതായിരിക്കും എപ്പോഴെങ്കിലും ആയിട്ട്. ശരി ശരി. നമുക്കപ്പം രണ്ട് ചേട്ടന്മാരും കൂടെ ചേരുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? പത്തനംതിട്ട. തൊഴുതോ? പിന്നെ അല്ലേ തൊഴുതില്ല, കല്യാണത്തിന് വന്നു. കല്യാണത്തിന് വന്നാണ്, തൊഴാൻ വന്നതല്ലേ? തൊഴാനൂടെ രണ്ടിനൂടെ. പേരെന്താ? സിദ്ധാർത്ഥ്. പേരെന്താ? പന്തളത്തുനിന്നാണോ? പന്തളംകാരാണോ ഇവിടെ കൂടുതല്? നമ്മളെല്ലാം പന്തളംകാരാണ്. എല്ലാരും ഉണ്ട്. ഗുരുവായൂരൊന്ന് തൊഴാനുള്ള റിസ്ക് എടുക്കുന്നുണ്ടോ? തൊഴണം. ഓക്കെ. അപ്പം നിരവധി ആളുകൾ ഇതിനൊപ്പം MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും വലിയ തിരക്കാണ്, നമ്മൾ ഈ തിരക്കിനുള്ളിലാണുള്ളത്. എന്തൊക്കെയാണ് അനീഷ് ഇന്നത്തെ ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ? ഇന്നിപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളുണ്ട്. ഇതിനുശേഷം നമുക്കിന്ന് ഏറ്റവും രസകരമായതും ആളുകൾ കാത്തിരിക്കുന്നതുമായ ചടങ്ങ് ഈ കണ്ണന്മാരുടെയും രാധികമാരുടെയൊക്കെ ഒരു എഴുന്നള്ളത്താണ്. പ്രത്യേകിച്ചും മമ്മൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യം ഉറിയടിയൊക്കെയായി പ്രത്യേകം നേരത്തെ മുതൽ തന്നെ 9 മണിക്ക് നേരത്തെ മുതൽ തന്നെ പരിശീലനമൊക്കെ ലഭിച്ച ഈ രാധികമാരും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും ഒക്കെ അവിടുന്ന് ഒരു എഴുന്നള്ളത്തുണ്ട്. ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം മനം കവരുന്ന ഒരു കാഴ്ച. പലപ്പോഴും നമുക്കറിയാം ഈ അഷ്ടമി രോഹിണി കഴിഞ്ഞാൽ ഒരു വൈറൽ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ വൈറലായി, രാധിക വൈറലായി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര രസമാണ്. അത് കാണുമ്പോൾ ഇന്നത്തെ വൈറൽ രാധയും കണ്ണനും ആര് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും അതിന് കാത്തിരിക്കണമല്ലേ? എന്തായാലും ഇന്നത്തെ ദിവസം അനീഷ ഈ ഗുരുവായൂർ മാത്രമല്ല, നമ്മുടെ നാടും നഗരിയും മുഴുവൻ അമ്പാടിയാവാൻ പോവുകയാണ്. എവിടെ നോക്കിയാലും കൃഷ്ണനെയും രാധയെയും മാത്രം കാണാം അല്ലേ? തീർച്ചയായും ഭയങ്കര രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽ നടപ്പന്തലിലാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം കല്യാണ മേളമാണ് അല്ലെ? എത്ര 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 ആളുകളാണ്, എത്ര എത്ര ദമ്പതികളാണ് അവരുടെ പുതിയ ജീവിതം തുടങ്ങാനായി ഗുരുവായൂർ തിരഞ്ഞെടുക്കുന്നത്. അവരോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് അവരെയും കണ്ണന്റെ നടയിൽ വന്ന് താലി ചാർത്തുക എന്നത്. പണ്ടൊക്കെ ഈ താലി ചാർത്തുമ്പോൾ വധുവരന്മാർ മാറിപ്പോയ പോലും ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ സിനിമ പോലും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നെന്തായാലും അത്ര വലിയൊരു കല്യാണം അനീഷിന്റെ കല്യാണം എവിടെ നിന്നായിരുന്നു? എന്റെ വീട്ടിലായിരുന്നു. ഇവിടെ അല്ല, അങ്ങനെയല്ല. എന്റെ മകളുടെ അരങ്ങേറ്റമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ചില ഗുരുവായൂരുമായി ചില കണക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ 200-ലധികം കല്യാണങ്ങളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ അവസാന നിമിഷമൊക്കെ എത്തുന്ന കല്യാണങ്ങളുടെ എണ്ണം കൂടും. എന്തായാലും കൃത്യമായി ക്രമീകരിച്ചാണ് വിടുന്നത്. ആൾക്ക് മാറിപ്പോകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചിട്ടയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ തിരക്കിനി വരുന്ന മണിക്കൂറുകളിൽ വല്ലാതെ വർദ്ധിക്കും. ഈ പുലർച്ചെ മുതൽ തന്നെ അമ്പലത്തിലേക്കുള്ള ഒരു ദർശനത്തിന് ആളുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ VIP ക്യൂ ഒന്നും രാവിലെ ഉണ്ടായിരിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം എത്തുന്ന ആളുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഈ പ്രായമായവർക്കൊക്കെ ദർശനത്തിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. പിന്നെ മറ്റൊന്ന്, ഈ അഷ്ടമി രോഹിണി ദിവസം ഇവിടെ വന്ന് ഈ പ്രസാദമൂട്ട് കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമുക്കൊരു ദമ്പതികളിലേക്ക് തന്നെ ഒന്ന് പോകാൻ വേണ്ടി. അതെ, ഇന്ന് ഇപ്പൊ ജസ്റ്റ് മാരീഡ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആളുകളാണ്. ജസ്റ്റ് മാരീഡ് അല്ലേ? എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. വധുവിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം, ടെൻഷനാണോ? ഹാപ്പി അല്ലേ? ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്ത എന്താ? കൃഷ്ണന്റെ നല്ലൊരു ദിവസമായോണ്ടാ ഇന്ന് ചൂസ് ചെയ്തത്. അപ്പൊ ജസ്റ്റ് മാരീഡ് ആയ രണ്ടുപേരാണ്. കല്യാണം കഴിച്ചു നേരെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിടിച്ചതാണ് അല്ലേ? പേരെന്താ? രോഹിത്. വൈശാഖി. പ്രണയ വിവാഹമാണോ? എന്നാ പ്രണയ വിവാഹമാണോ? അല്ലല്ല, അറേഞ്ച്ഡ് ആണ്. ഓക്കെ, വീട് എവിടെയാ? നെടുമങ്ങാട്. തിരുവനന്തപുരത്തുനിന്നാണ് ഞങ്ങൾ രണ്ടുപേരും. തിരുവനന്തപുരത്തുനിന്നാണ്. ഞങ്ങളും തിരുവനന്തപുരത്തുനിന്നാണ്. കണ്ണനെ തൊഴുതോ? എന്തായാലും അഷ്ടമി രോഹിണി ദിവസം തന്നെ വിവാഹിതരായി. ഓക്കെ, അപ്പം രണ്ടുപേർക്കും ന്യൂസ് 18ന്റെ വിവാഹ മംഗളാശംസകൾ. ഓക്കെ അനീഷ, അപ്പം നമ്മൾ രണ്ടുപേരെ കണ്ടു. അവരും വലിയ സന്തോഷത്തിലാണ്. കല്യാണം കഴിഞ്ഞു, മണ്ഡപത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് നമ്മുടെ മുന്നിലേക്കാണ്. അപ്പൊ എന്തായാലും ഗുരുഭവനപുരി ഇന്നത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാകുന്നു എന്ന് പറയാം. അത്രമാത്രം രസമുള്ള കാഴ്ചകളാണ്. നമുക്കിനി ഇവിടെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പോകുന്നത് നിറയെ കുഞ്ഞ് കണ്ണന്മാരെയും രാധമാരെയും മാത്രമായിരിക്കും. അത്രമാത്രം രസമുള്ള കാഴ്ചകൾക്കാണ് ഇവിടെ സാക്ഷിയാകാൻ പോകുന്നത്. അതെ, എപ്പോ എത്തി സർ? ഞാനിവിടെ എന്റെ സഹോദരിയുടെ മകന്റെ വിവാഹമാണ്, അതിനെത്തിയത്. തൊഴാൻ പറ്റിയോ? ഇല്ല, ഞാൻ സഹോദരിയുടെ മകന്റെ വിവാഹത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അദ്ദേഹം വിവാഹം കൂടാൻ വേണ്ടി മാത്രം എത്തിയതാണെന്നാണ് പറയുന്നത്. CPIയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം സഹോദരിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. തൊഴാൻ സാധ്യത കുറവായിരിക്കും. കാര്യം അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ് ആണ്, കോട്ടയത്തൊക്കെ വലിയ പ്രശസ്തനായ ആളാണ്, ഒരുപാട് ആളാണ്. പക്ഷെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്.
തൊഴുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ കല്യാണത്തിന് ഞാൻ വന്നതാണ്. അതാണ് ഏത് തരത്തിലുള്ള ആളുകളും അവരുടെ വിവാഹം, ബന്ധുക്കളുടെ വിവാഹമൊക്കെ ഇവിടെ വെച്ച് നടത്തണമെന്ന ആഗ്രഹം എപ്പോഴും വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ കൂടി നിൽക്കുന്ന മുഖങ്ങളിലൊക്കെ നോക്കിയാൽ മതി, എല്ലായിടത്തും ഒരു സന്തോഷമാണ് ഇല്ലേ. ഇന്ന് അത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ വരുന്നവർക്ക് ആർക്കും മറ്റൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ പുലർച്ചെ എഴുന്നേറ്റ് വന്നതിന്റെ ഒരു അലോസരങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വളരെ ചിരിച്ച് ഭയങ്കര എനർജറ്റിക് ആണ്. ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ, വഴി നീള കണ്ണന്മാര്, ഒപ്പം ഈ രഥങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. ഗോപിക എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായെന്ന് തോന്നുന്നു അനീഷ. കാരണം ഇപ്പൊ അനീഷ പറഞ്ഞതുപോലെ നമ്മൾ വരുന്ന വഴി മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഗുരുവായൂർ ക്ഷേത്രമാണോ നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം ഭംഗിയോടുകൂടി അലങ്കരിച്ച സ്ഥലങ്ങളാണല്ലേ മൊത്തം ഉള്ളത്. തീർച്ചയായും വളരെ ആഘോഷമാണ്. കാരണം ഈ നാടൊന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു ഉത്സവമാണ്. കാരണം ഈ കണ്ണന്റെ ജന്മത്തെക്കാൾ സന്തോഷകരമായ മറ്റൊന്നും ഈ നാടിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമ്പലത്തിലെ ഉത്സവമേളം മാത്രമല്ല, പുറത്ത് ജനങ്ങൾക്കൊന്നടങ്കം ഒരു ആഘോഷമാണ്. ഈ മമ്മിയൂരായാലും സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളായാലും ഒക്കെ അവിടെ രാവിലെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ. ഒപ്പം ഈ ആഘോഷ കമ്മിറ്റി എന്നത് നേരത്തെ തന്നെ ഈ രൂപീകരിക്കും. എന്നിട്ട് അവർ ഈ നൃത്ത പരിശീലനം അല്ലെങ്കിൽ ഈ എഴുന്നള്ളത്തെ എത്ര മനോഹരമാക്കാം, ഈ ഘോഷയാത്രയിൽ എങ്ങനെ പരമാവധി രൂപങ്ങൾ അണിനിർത്താം എന്നൊക്കെയുള്ള ഒരു മത്സരിച്ചുള്ള ഒരു ഇതാണ്. തൃശ്ശൂർ പൂരത്തിന് എത്തുന്ന പോലെ രണ്ട് ചെറിയ ദമ്പതികൾ ഇപ്പോൾ അവർ വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഓരോരുത്തരായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് അവരിലേക്ക് വേണമെങ്കിൽ പോകാം. ഒപ്പം മറ്റുള്ള ആളുകളുമൊക്കെ എത്തുന്നുണ്ട്. അതാണ് ഈ ഭവ്യയ്ക്ക് ആഗ്രഹമുണ്ടോ ഈ വിവാഹം നടക്കുമ്പോൾ അത് ഗുരുവായൂർ വെച്ച് വേണമെന്നൊരു ആഗ്രഹം ഇന്നിപ്പോ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആഗ്രഹിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ, ഗുരുവായൂരപ്പന്റെ മുൻപിൽ നിന്ന് വിവാഹം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നടക്കുമോ നോക്കാം. ഇതുപോലൊരു ദിവസമാണ് ഗംഭീരമായിരിക്കും. ഇതുപോലൊരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വലിയ തിരക്കാണ്. നമുക്കൊന്നും അതിനാഗ്രഹമില്ല. പക്ഷേ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമോന്ന് അറിയില്ല. എന്തായാലും അതല്ലല്ലോ ഇന്നത്തെ ഇവിടെ പ്രാധാന്യം. എന്റെ വിവാഹമല്ലല്ലോ ഇന്നത്തെ പ്രാധാന്യം. ഇന്നിപ്പോൾ ദർശനത്തിന് 4 മണി മുതൽ തന്നെ നമുക്കറിയാം ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മളൊക്കെ ഇന്നലെ നോക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിലും സമീപപ്രദേശങ്ങളിലും ഒക്കെ ആളുകൾ പുറത്തുനിന്ന് എത്തി തമ്പടിക്കുന്നു. ഈ ഹോട്ടലുകളിലൊക്കെ മുറി പോലും കിട്ടാത്ത ഒരു ദിവസമാണ്. സാധാരണ ഗുരുവായൂർ വലിയ തിരക്കാണ്. പക്ഷേ ആളുകൾ ഇന്നലെ മുതൽ തന്നെ വന്ന് തമ്പടിച്ച് ഈ കാഴ്ചകൾ കാണുന്ന ഒരു അല്ലെങ്കിൽ ദർശനം നടത്താൻ നിൽക്കുന്നതാണ്. പുലർച്ചെ 4 മണി മുതൽ ആളുകളുടെ ഒരു വലിയ നിര ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിലൊരു വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുതൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് VIP ക്യൂകളില്ല അല്ലേ അനീഷ? VIP ക്യൂകളില്ല, എല്ലാവരും ഒരേ ക്യൂവിലൂടെ പോകേണ്ടതാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്രമാത്രം ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന ഭക്തലക്ഷങ്ങൾ എത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരൊറ്റ ക്യൂവേ ഉള്ളൂ. VIP പ്രത്യേക ക്യൂകളില്ല. പ്രത്യേകിച്ച് ഇന്ന് 6 മണി മുതൽ 2 മണി വരെ ഒരു VIP ദർശനമില്ല. എല്ലാവരും ഒരേപോലെ ഭഗവാനെ കാണണമെന്ന് പ്രത്യേകം ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശമുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വരിയായിട്ട് മാത്രമേ ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഇന്ന് 40,000 ആളുകൾക്ക് ഭക്ഷണമുണ്ട്. ഭക്ഷണമല്ല, പിറന്നാൾ സദ്യയാണ്. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ സദ്യയാണ്. നമുക്കിതാ കാണാൻ സാധിക്കും. അത്രമാത്രം നീണ്ട ക്യൂ ആണ്. ചേച്ചി എപ്പോ വന്നതാ? ഞങ്ങൾ ഇന്നലെ രാത്രി 9 മണി കഴിഞ്ഞിട്ട്. ഇവിടെ എപ്പോ ക്യൂ നിൽക്കാൻ തുടങ്ങി? 10 മണി. 10 മണിക്ക് നിൽക്കാൻ തുടങ്ങിയാണോ? ഇതുവരെ ക്യൂ കഴിഞ്ഞിട്ടില്ല. ഗുരുവായൂരപ്പനെ കാണണം. എവിടുന്നാ വരുന്നേ? പറവൂര്, കേടാമംഗലം, ആലുവ. ആലുവയിൽ നിന്ന് ഇന്നലെ രാത്രി 10 മണിക്ക് ക്യൂ നിൽക്കുവാണ്. ആലുവ കീഴ്മാട്. ഇന്നലെ രാത്രി 10 മണിക്ക് ക്യൂ നിൽക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ കണ്ടത്. അമ്മയുടെ പേരെന്താ? ലക്ഷ്മി. എവിടുന്നാ വരുന്നേ? പാലക്കാട്. ക്യൂ നിൽക്കാൻ തുടങ്ങിയോ? എപ്പോ നിൽക്കാൻ തുടങ്ങിയാ? ഞങ്ങൾ 8 മണിക്ക് വന്നതാണ്. ക്യൂ എപ്പോ നിൽക്കാൻ തുടങ്ങി? ഞങ്ങൾ 12 മണിക്ക്. കണ്ണനെ കണ്ടിട്ടേ പോവുള്ളൂ ആണല്ലേ? അടുത്തെത്താറായി. ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. അതാണ്, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ പുലർച്ചെ മുതൽ ഇന്നലെ രാത്രി, അതായത് ഇന്നലെ 10 മണി മുതൽ കണ്ണനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഒരു പ്രായമായ അമ്മയാണ് നമ്മൾ കണ്ടത്. അച്ഛൻ എവിടുന്നാ വരുന്നേ? സുഖം തന്നെ. അതെ, പേരെന്താ? എവിടുന്നാ വരുന്നത്? കാഞ്ഞാണി. ഓക്കെ. എപ്പം നിൽക്കാൻ തുടങ്ങി ക്യൂ? 12:30. ഇന്നലെ 12 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയ ആളുകളാണ്. നമുക്ക് ഈ ക്യൂവിൽ കാണുന്ന എല്ലാവരും ആ ഒരു സമയം തൊട്ട് നിൽക്കാൻ തുടങ്ങിയതാണ്. അമ്മയുടെ പേരെന്താ? സതീദേവി. എവിടുന്നാ വരുന്നേ? ഒറ്റപ്പാലം. ഇന്നലെ നിൽക്കാൻ തുടങ്ങിയതാണോ? ഇന്നലെ എപ്പോ ക്യൂ നിൽക്കാൻ തുടങ്ങിയതാ? ഞങ്ങളിവിടെ 8 മണിക്കൊക്കെ നിന്നു. ആണോ? ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല? ക്യൂവിൽ നിന്നപ്പോഴും കഴിഞ്ഞു.
എന്തായാലും കണ്ണനെ കണ്ടിട്ടേ പോവുള്ളൂ. ഓ തീർച്ചയായിട്ടും. ഓക്കെ, അതാണ് മണിക്കൂറുകളോളം ക്യൂ നിന്ന് എന്നാലും വേണ്ടിയില്ല കണ്ണനെ കണ്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ എവിടുന്നാ വരുന്നേ? കൊറേ മണിക്കൂറാണ് ക്യൂ നിൽക്കുന്നു. 4:45. എന്തായാലും അടുത്തെത്താറായി. അതാണ് അപ്പം ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ചേച്ചി പേരെന്താ? വിമല. എവിടുന്നാ വരുന്നേ? കൊട്ടാരക്കര. കല്യാണത്തിന് വന്നതാണ് കേട്ടോ. കല്യാണത്തിന് 10 മണിക്കൂറായിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കുക. കല്യാണം കഴിഞ്ഞോ? നടന്നില്ല. കല്യാണം 9:15. അതിനുമ്പ് അമ്പലത്തിക്കരി തൊഴാനും ഇറക്കി വിടാനുള്ളൊരു സൗകര്യം കിട്ടിയായിരുന്നേ അത് മതിയായിരുന്നു. കൃഷ്ണനെ കാണാൻ ഇത്ര നേരം കൊണ്ട് എത്ര സമയം? 4 മണിക്ക് അതിനകത്ത് കയറിയതാ. 4 മണിക്ക് ഇതുവരെ അതിനുള്ളൊരു സൗകര്യം പുറത്തോട്ട് ശ്രീവേലി കഴിഞ്ഞിട്ട് തുറക്കാന്ന് പറയുന്നവര്. പക്ഷെ ഇതുവരെയും അനക്കുന്നില്ല. എപ്പോഴാ ഇത് നടക്കുന്നതെന്നുള്ള ദൈവം തമ്പുരാനാണ്. അതാണ് കുറെ പേർക്ക് അതിൻ്റെതായ പരിഭവം ഉണ്ട് പുലർച്ചെ മുതൽ നിൽക്കുന്നതിന്റെ. നമുക്കിതാ ഇപ്പൊ ഇവിടെ ലൈവായിട്ടൊരു കല്യാണം കാണാം. ആ കല്യാണ മേളത്തിലേക്കൊന്ന് പോകാം. ഗുരുവായൂരപ്പന്റെ നടയിൽ ഇന്നത്തെ ദിവസം അഷ്ടമി രോഹിണി നാളിൽ നടക്കുന്ന 200 കല്യാണങ്ങളിൽ ഒന്നാണ്. ആ കല്യാണ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഒരു കണ്ണനെയും രാധയും കാണാം. ആ കണ്ണന്റെയും രാധയുടെയും വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ആദ്യം കാണുന്ന ഇന്നത്തെ ദിവസം നമ്മളിവിടെ ആദ്യം കാണുന്ന ഉണ്ണിക്കണ്ണനും രാധയുമാണ്. കണ്ണൻ മാത്രമല്ല, കണ്ണന്റെ ഒപ്പം ഒരു രാധയുമുണ്ട്. ഹലോ, ഈ കണ്ണന്റെ പേരെന്താ? കണ്ണൻ എന്നാണോ പേര്? കണ്ണന്റെ ശരിക്കുള്ള പേരെന്താ? കണ്ണൻ എത്രയിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലാണോ? കണ്ണൻ എന്താ ടെൻഷനുണ്ടോ? കണ്ണന്? അവിടെ ഉണ്ണിക്കണ്ണനെ തൊഴുതോ? ഒരു പാട്ടൊക്കെ പാടിത്തരുമോ ആന്റിക്ക്? വലിയ നാണമുള്ള കണ്ണനാണോ ഇത്? കണ്ണന്റെ രാധയാണോ കൂടെ ഉള്ളത്? ആണോ? കണ്ണന് ഭയങ്കര നാണമുണ്ട്. കണ്ണന്റെ രാധ കണ്ണന്റെ കൂടെ തന്നെ ഉണ്ട്. പേരെന്താ രാധയുടെ? കൃഷ്ണ. എവിടുന്നാ വരുന്നേ ചേട്ടാ? തൃശ്ശൂർ. രണ്ടാൾക്കും ഭയങ്കര നാണമാണോ? നാടൊന്നല്ല. എന്തായിരുന്നു ഇങ്ങനെ നേർച്ചയായിരുന്നോ കൃഷ്ണ ദിവസം? എല്ലാ തവണയും വരാറുണ്ട്. ഈ തവണ നമുക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റമ്പലത്തിലേക്ക് കടത്തിയില്ലേ ഇവർ രണ്ടാളെയും കടത്തിയില്ലേ. അത് ഇപ്പൊ എന്ത് കണ്ടാന്ന് അറിയില്ല. പുതിയ നിയമങ്ങളാണ് തോന്നുന്നുണ്ട്. ഇവരെ രണ്ടാളെയും കടത്തിയില്ല. അതൊരു ചെറിയ വിഷമമായി നമുക്ക്. ഭഗവാൻ അവിടെ വന്ന് ഇവരെ സാധാരണ എല്ലാ തവണയും നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടത്താറുണ്ട്. അപ്പോൾ ഈ തവണ എന്താന്ന് അറിയില്ല, അവരെ കടത്തിയില്ല. സെക്യൂരിറ്റി പറഞ്ഞു ഇവരെ അങ്ങനെ അലങ്കരിച്ചിട്ട് ഉള്ളിൽ കടത്താൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയാത്തൊരു വിഷമം തന്നെയാണ്. അപ്പോൾ ഭക്തരെ സംബന്ധിച്ച് വലിയ നമ്മളൊരു എന്താ പറയാ, ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ടായി. ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ. എന്നാലും എല്ലാം ഭഗവാൻ അറിയുന്ന എല്ലാ സർവേശ്വരനായ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ നിശ്ചയിരിക്കാം. അതിപ്പോ ഇവിടുത്തെ ജീവനക്കാരെ അറിയുന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സർവേശ്വരനായ ഭഗവാനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയശ്രീ, രാധരാധേ. എനിക്ക് ഉണ്ണിക്കണ്ണൻ മിഠായി തരുന്നുണ്ട്. താങ്ക് യു. ഉണ്ണിക്കണ്ണൻ മിഠായി ആണോ എല്ലാവർക്കും കൊടുക്കാറ്? വെണ്ണയല്ലേ കൊടുക്കാറ്? മിഠായി ആണല്ലേ? ന്യൂജൻ ഉണ്ണിക്കണ്ണനാണല്ലേ? ഓക്കെ, അപ്പം ഉണ്ണിക്കണ്ണന്റെ വക ഒരു മിഠായിയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ചേട്ടനും കൂടെ കൊടുക്കുന്നുണ്ട്, വിനോദേട്ടനും കൂടെ മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും
അപ്പം അത്രമാത്രം ആഘോഷത്തിലാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാരെയും രാധമാരെയും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ഇതാ നമ്മുടെ മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ആളുകളാണ്, ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് നേരെ ഇറങ്ങി വരുന്ന ആളുകളാണ്. പേരെന്താ? വിവാഹം കഴിഞ്ഞു? എപ്പോ? ഇന്നലെ വന്നതാണോ? വീട് എവിടെയാ? കുട്ടല്ലൂര്. ഹസ്ബൻഡ് എവിടെ? ജസ്റ്റ് മാരീഡ് ആയ ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്താ പേര്? ദിലീഷ്. ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തിന് പ്രത്യേക കാരണമുണ്ടോ? കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, പിന്നെ ഡേറ്റ് കിട്ടിയത് ഇതാണ്. 200 വിവാഹങ്ങളുള്ള ഒരു ദിവസമാണ്. അതെ, അന്ന് ദിവസം തന്നെ തെരഞ്ഞെടുത്തൊരു സന്തോഷം. ഓക്കെ, അപ്പം രണ്ടാൾക്കും ആശംസകൾ. ഓക്കെ, എല്ലാവരും വിവാഹം കഴിയുന്നു, നേരെ ഭഗവാനെ കാണാൻ പോവാനുള്ള തിരക്കിലാണ്. നമുക്കിത് അവിടെ ഒരു കുഞ്ഞിക്കണ്ണനുണ്ട്. ആ കുഞ്ഞിക്കണ്ണന്റെ കൂടെ ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ചെറിയ വാവയാണ്. ഹലോ, ഉണ്ണിക്കണ്ണന്റെ പേരെന്താ? അയ്യോ, ഭയങ്കര വാശിയാന്ന് തോന്നുന്നു. പേരെന്താ? വേദയാണല്ലേ? ആദ്യമായിട്ടാണോ കുഞ്ഞിനെ കണ്ണനാക്കുന്നത്? എവിടുന്നാ വരുന്നേ? വാശിയുണ്ടോ ആൾക്ക്? നല്ല വാശിയാണ്. ടെൻഷനാണോ? എല്ലാരും കണ്ടിട്ടുള്ളതാ. ഉണ്ണിക്കണ്ണനെ സാക്ഷാൽ കണ്ണനെ കാണാൻ പറ്റിയോ? പറ്റിയിട്ടില്ല, നല്ല തിരക്കല്ലേ. ഹലോ, എന്താണ് എവിടെ നോക്കുന്നേ? ഹലോ, അയ്യോ, ഈ മൈക്കും ക്യാമറയൊക്കെ കണ്ട് ആള് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്ര രസമാണ്. എവിടെ നോക്കിയാലും നമുക്ക് കണ്ണനെ കാണാം. നമുക്കിതാ ജസ്ന സലീം കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജസ്നയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കണ്ണന്റെ ഫോട്ടോകൾ വരച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലടക്കം താരമായ ആളാണ് ജസ്ന. ഇന്നത്തെ ദിവസം എല്ലാ വർഷവും വരാറുണ്ട്. ഈ ദിവസം അല്ലേ? വർഷവും വരാറുണ്ട്. അപ്പൊ മുടങ്ങാതെ ഈ വർഷവും വന്നതാണ്. ഇത്തവണ എന്താണ് കണ്ണനെ വരച്ച് ഞങ്ങളെ പ്രേക്ഷകർ കാണിക്കാമോ? കാണിക്കാം, ഒരു മിനിറ്റ്. ജസ്ന വരച്ച കണ്ണന്റെ ഫോട്ടോയാണ് ഈ വർഷം. എല്ലാ വർഷവും ഇങ്ങനെ ജസ്ന കൃഷ്ണന് ഫോട്ടോ സമർപ്പിക്കാറുണ്ടല്ലേ? എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ ഒരുപാട് തവണ കണ്ട് ആളുകൾക്ക് പരിചിതമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഈ കൃഷ്ണചിത്രങ്ങൾ സമ്മാനിച്ച്, അല്ലെങ്കിൽ ഈ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ഒരു ഉപജീവനം കഴിക്കുന്ന, അല്ലെങ്കിൽ കൃഷ്ണനാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു അല്ലെ? കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഒരു വർഷമായി ഇപ്പം എന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്ന് കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. പക്ഷെ എന്നാൽ പോലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇനി ഗുരുവായൂർ ഈ നടപ്പന്തലിലേക്ക് കയറ്റിയിട്ടില്ലെങ്കിലും അവിടെ മഞ്ജുളാലിലെങ്കിലും കണ്ണനെ സമർപ്പിച്ച് ഞാൻ പോകും. കാരണം ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ വിലക്കിടാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു വിലക്ക് വന്നാൽ മഞ്ജുളാലിന്റെ അടുത്തോളം നമുക്ക് ഏതൊരു ഭക്തനും പോവാമല്ലോ. അതേപോലെ അവിടം വരെ പോയിട്ട് ഫോട്ടോ സമർപ്പിക്കും ഞാൻ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു മനസ്സിലൊരു വികാര കാര്യം? അഷ്ടമി രോഹിണിയാണ്, കണ്ണന്റെ പിറന്നാളാണ്. ഇല്ല, ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഭയങ്കരമായ ഒരു സന്തോഷമാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എപ്പോഴും ജസ്ന വരയ്ക്കുന്നത് കുഞ്ഞിക്കണ്ണനാണ്, ഉണ്ണിക്കണ്ണനാണ്. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എങ്ങനെയാണ് ജസ്ന ആഘോഷമാക്കുന്നത്? ഞാനിവിടെ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയ സമയത്ത് തന്നെ ആദ്യം കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യണ്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറെ തുളസി പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കദളിക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കണ്ണന്റെ പിറന്നാളിനല്ലേ നമുക്ക്, അതും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരിക വാങ്ങിക്കൊടുക്കും പോലെ അല്ലല്ലോ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര സന്തോഷം. എന്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ എങ്ങനെയാണോ എനിക്ക്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നേ ഈ കൃഷ്ണഭക്തർ എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരാൾ ഒരു ഉണ്ണി പിറന്ന പോലെയാണ് ആഘോഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 2 മക്കളാണുള്ളത്. ആ 2 മക്കളുടെ ജന്മദിനം എങ്ങനെയാണോ അത്രമേൽ സന്തോഷത്തിലാണ് ഞാൻ ഇന്നുള്ളത്. എന്തായാലും തൊഴാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. പുറത്തുനിന്ന് തൊഴാലോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ കയറി കണ്ടിട്ടില്ലെങ്കിലും കണ്ണന് പുറത്തിറങ്ങി എന്നെ കാണുന്നുള്ളൊരു വിശ്വാസത്തില്, ആത്മവിശ്വാസത്തില് നിൽക്കുകയാണ്. അപ്പൊ കണ്ണനെ ഇവിടുന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ന് എവിടെ നോക്കിയാലും കണ്ണനും ഗോപികമാരുമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കണ്ണനെ കണ്ടപ്പോ കണ്ണാന്ന് വിളിച്ചേ, ആരോ ഒരു കണ്ണന്റെ രൂപം കെട്ടിയതാ. ആ കെട്ടിയാലൊക്കെ നമ്മൾ ഇന്ന് കണ്ണനായിട്ട് തന്നെ കണക്കാക്കല. അതിന് ഭയങ്കര സന്തോഷം.
അപ്പൊ എന്തായാലും അതാണ് ജസ്ന പറയുന്നത്, അതാണ് സ്വന്തം വീട്ടിൽ മക്കളുടെ പിറന്നാൾ പോലെയാണ് തനിക്ക് ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ ഭവ്യ കഴിഞ്ഞ തവണത്തെ ജസ്നയുടെ ഈ അഷ്ടമിരോഹിണി ദിവസത്തെ വരവ് വലിയ സംഭവ ബഹുലമായിരുന്നു. കാരണം ജസ്ന കേക്ക് മുറിക്കുന്നു, ഒപ്പം സമാന്തര വിഷുക്ക് അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേക അവിടെ ഒരുക്കി, വിഷുവിന് കണി ഒരുക്കി, അങ്ങനെയൊക്കെ വലിയ പ്രശ്നമുണ്ട്. അപ്പം ജസ്നയുടെ കുറെ റീലുകളൊക്കെ പുറത്തു വന്നപ്പം ഹൈക്കോടതി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു. അതാണ് നമ്മളിവിടെ നോക്കുമ്പം റീൽസ് ചിത്രീകരണക്കാരെ ആരെയും കാണുന്നില്ല. ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ റീൽസ് ചിത്രീകരിക്കുന്നത് നിരോധിച്ചത് ഈ ജസ്നയുടെ ഒരു കേക്ക് മുറിയും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളും വിഷുക്കണിയൊക്കെ. എന്തായാലും ഇതൊന്നുമില്ലാതെ, റീൽസ് ഒന്നും ഇല്ലാതെ കണ്ണന്റെ ചിത്രവുമായി ജസ്ന ഇപ്പം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഒരുപാട് പേരാണ് ഇന്ന് ഈ പുല സമർപ്പിക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുക, ഒപ്പം അങ്ങനെ ഈ തുളസിമാല അല്ലെങ്കിൽ തുളസി ഇല കൊണ്ടുവരിക എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആളുകൾ, ഭക്തർ അവരുടെ വഴിപാടായി ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം ഈ ദമ്പതികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വധുവിന് ഭയങ്കര നാണമുണ്ട്. എന്താ ഇത്ര നാണം? ജസ്റ്റ് കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷമല്ലേ? എന്താ പേര്? അയ്യോ, ഭയങ്കര നാണമാണ്. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. എന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ? അനന്തു. ഇപ്പൊ ഈ ജസ്റ്റ് നിമിഷം ഹസ്ബൻഡായി അല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് ഹസ്ബൻഡായി. എങ്ങനെയുണ്ട്? സന്തോഷം? നന്നായിട്ട്. അഷ്ടമി രോഹിണി ദിവസം തെരഞ്ഞെടുത്തതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചതാണോ? സ്വാഭാവികമായിട്ട് ഞങ്ങള് തെരഞ്ഞെടുത്തപ്പോ അങ്ങനെ സംഭവിച്ചു. എന്തായാലും സന്തോഷം. ഭഗവാനെ തൊഴുതോ? അല്ല, തൊഴാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മള് തൃശ്ശൂര്, ഞങ്ങള് പെരുമ്പാവൂര്. ഒത്തിരി ദൂരമല്ല. ശരി, ഓക്കെ, അപ്പം രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഇതാണ് നമ്മള്. അപ്പോൾ ഭവ്യ പാർവതിയും MS അനീഷ് കുമാറുമാണ് നമുക്കൊപ്പം ഗുരുവായൂരിലെ വിശേഷങ്ങളുമായിട്ട് ഒപ്പം ചേർന്നത്. അപ്പോൾ പിറന്നാൾ കണ്ണനെ കാണാൻ ഒരുപാട് ഭക്തജനങ്ങളാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ കണ്ടു രാത്രി 10 മണി മുതൽ 8 മണി മുതലൊക്കെ, ഇന്നലെ രാത്രി 8 മണി മുതലൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. പിറന്നാൾ കണ്ണനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അങ്ങനെ വലിയ തിരക്ക്, വലിയ ക്യൂ, നീണ്ട ക്യൂ ആണ്. അപ്പോൾ തിരക്കിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി ഇപ്പോൾ തന്നെ കണ്ണൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഉച്ച കഴിയുന്നതോടുകൂടിയാണ് എല്ലാവരും കൂടി, ആ കുഞ്ഞിക്കണ്ണന്മാരും അതോടൊപ്പം കുട്ടി രാധമാരും എല്ലാവരുടെയും വലിയ സംഗമവും ആഘോഷവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 200ഓളം കല്യാണമുള്ളൊരു ദിവസമാണ് ഈ വിശേഷപ്പെട്ട ദിവസം. കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കല്യാണ വിശേഷങ്ങൾ കണ്ടു, ഒരുപാട് നവദമ്പതിമാരെ നമ്മൾ കണ്ടു. അങ്ങനെ ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗുരുവായൂർ. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ അവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വലിയ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സാരംഗ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ നിന്ന്. സാരംഗ്, ഗുഡ് മോർണിംഗ്. അവിടെ എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ? വലിയ തിരക്കുണ്ടോ രാവിലെ? ഗുഡ് മോർണിംഗ് ആര്യ. ഈ തിരുവനന്തപുരത്തെ ഗുരുവായൂർ എന്ന വിശേഷം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോലൊരു വലിയൊരു തിരക്കില്ല. അത്ര ശ്രീകൃഷ്ണ ഭക്തന്മാരൊക്കെ അത്രയും ദൂരം സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു അമ്പലമാണിത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുകളുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റ് പരിപാടികളും മറ്റും ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. ഭജനയും മറ്റും കാര്യങ്ങളും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാണ് വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹമാണ്. രണ്ട് കൈകളിലും വെണ്ണയോട് കൂടിയിട്ടുള്ള ഒരു ബാലരൂപത്തിലുള്ള ഒരു ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ വെണ്ണക്കണ്ണനാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ നമുക്ക് പറയാം. മാത്രമല്ല ഇവിടുത്തെ മറ്റ് പൂജാതി കർമ്മങ്ങളിലടക്കം വെണ്ണയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ഇതൊരു നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രവും ഒപ്പം ഐതിഹ്യവുമായി വളരെ ഇടകലർന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വളരെയധികം പഠനവിധേയമാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്നത്തെ ഒരു അഷ്ടമി രോഹിണി എന്നൊരു ഇത്തരത്തിലുള്ള ഒരു ആഘോഷത്തിന്റെ ഭാഗമായും ഇവിടെ വിപുലമായ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉണ്ണിക്കണ്ണന്റെ പിറന്നാളായി ബന്ധപ്പെട്ട് ഇന്ന് പിറന്നാൾ സദ്യയുണ്ട്. ഒപ്പം വൈകുന്നേരത്തെ ഘോഷയാത്ര. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു അമ്പലത്തിലെ ഒരു പ്രത്യേകത, രാത്രി 12 മണിയോടുകൂടി ഇവിടെ ഒരു ഗരുഡ വാഹനത്തിലുള്ള ഒരു എഴുന്നള്ളത്ത് ഈ ഒരു
പ്രതിഷ്ഠ ഗരുഡവാഹനത്തിലുള്ള രാത്രി 12 മണിയോടുള്ള എഴുന്നള്ളത്തും അതിൽ ഈ ഒരു ഭക്തജനങ്ങൾക്കടക്കം പങ്കെടുക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ, അതായത് ഈ ഒരു ഗുരുവായൂർ പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഈ തലസ്ഥാന നഗരിയിലടക്കമുള്ള ജനങ്ങൾക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗുരുവായൂർ എന്ന തരത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അത്തരത്തിലൊരു വലിയൊരു ജനത്തിരക്ക്, ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂരിലെ ദൃശ്യങ്ങൾ കണ്ടു. അത്തരത്തിലൊരു വലിയ തിരക്ക് ഇവിടെ ഇല്ലെങ്കിൽ പോലും വളരെ സമാധാനപരമായി വന്ന് ശ്രീകൃഷ്ണനെ തൊഴുത് ഈ ഒരു ജന്മദിനം കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവിടുന്ന് ആരംഭിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് വിപുലമായ പരിപാടികൾ തലസ്ഥാനത്തെയും സംസ്ഥാനത്തെയും ഒക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെയുള്ള ശോഭയാത്രയും അന്നദാനവും മറ്റുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ വലിയ തിരക്ക് പറയാനില്ലെങ്കിൽ പോലും എന്നാലും ശ്രീകൃഷ്ണ ഭക്തർ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ 4 മണി മുതൽ നട തുറന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, വൈകുന്നേരം ശോഭയാത്രയുണ്ട്, അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള ഒരു ഗരുഡ വാഹനത്തിലുള്ള എഴുന്നള്ളത്തുണ്ട്. അതിൽ വിപുലമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഭവ്യ, ആര്യ. യെസ്, സാരൻ സുധാകരനാണ് നമുക്കൊപ്പം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ചേർന്നത്. അവിടെ ബാലരൂപത്തിലുള്ള കണ്ണനാണ് അവിടെ ഉള്ളത്. അപ്പോൾ കണ്ണന്റെ പിറന്നാൾ ദിവസം ഒരുപാട് ഭക്തജനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെയും വിപുലമായ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെയുള്ള ദിവസമാണ് ഇന്നത്തേത്. അപ്പോൾ രാജ്യമൊട്ടുക്ക് വലിയ ആഘോഷങ്ങളാണല്ലോ നടക്കുന്നത്. അപ്പോൾ സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂരിൽ എത്തപ്പെടാൻ കഴിയുന്ന എല്ലാ ഭക്തജനങ്ങളും ഇന്നത്തെ ദിവസം ഗുരുവായൂരിൽ തന്നെ എത്തും. അപ്പോൾ അവിടേക്ക് ഇന്ന് എത്താൻ കഴിയാത്ത ഭക്തർ മാത്രമേ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പൊതുവെ പോകാറുള്ളൂ. പക്ഷെ അവർ ഇവിടെ വന്നാലും എവിടെ വന്നാലും കാണുന്ന ഉണ്ണിക്കണ്ണൻ അത് ഗുരുവായൂരിൽ എത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഗുരുവായൂരിലേക്ക് തന്നെ പോകാം. അവിടുത്തെ ആഘോഷങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അപ്പോൾ ഗുരുവായൂരിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യൂ ഒക്കെ നീങ്ങുന്നില്ല എന്നാണ് അവിടെയുള്ള ഭക്തരൊക്കെ പറയുന്നത്. അതോടൊപ്പം കുഞ്ഞിക്കണ്ണന്മാരും കുഞ്ഞു രാധമാരും ഒക്കെ ഒരുങ്ങി അവിടേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഭവ്യയും അനീഷും നമുക്കൊപ്പം അവിടെ നിന്ന് ചേരും. ഭവ്യ, അനീഷ്, അവിടെ തിരക്ക് ഒഴിയുന്നേയില്ല. കൂടുതൽ ഭക്തരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ? തീർച്ചയായും അത്രമാത്രം അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ട സാഹചര്യം. ഇവിടെ നോക്കിയാലും കുറെ കുട്ടികളെയൊക്കെ കാണാം. എല്ലാവരും ഒരുങ്ങി കല്യാണത്തിന് വന്ന ആളുകളായിരിക്കും. കല്യാണത്തിന് വന്നയാണോ? അതെ അതെ. കൃഷ്ണന് തൊഴാൻ വന്നതല്ല? അല്ല. എവിടുന്നാ വരുന്നേ? വയനാട്ടിൽ നിന്നാണ്. ഇന്നലെ എത്തിയല്ലേ? അതെ. വലിയ തിരക്കുണ്ട്. കല്യാണം കഴിഞ്ഞോ? കൂടെ വന്ന കഴിഞ്ഞു. അതാണ്, കല്യാണത്തിന് വന്ന ആളുകളെയും കൂടെ നമുക്ക് കാണാം. ഈ ഭഗവാനെ തൊഴാൻ വന്നതിനപ്പുറത്തേക്ക് കല്യാണത്തിനെത്തിയ ആളുകൾ കൂടി ഉണ്ട്. ഹലോ, ഇത് ഇവിടുത്തെ കുഞ്ഞികൃഷ്ണനാണോ? വേഷം കേട്ടോ, കൃഷ്ണനാവുന്നുണ്ടോ? ആ മൈക്കൊക്കെ കണ്ട് പിടിച്ചു വരിക്കുന്നുണ്ട്. ഹലോ, ചിരിക്കോ? ഹായ് പറയോ? കൃഷ്ണനെ തൊഴുതോ? എവിടുന്നാ വരുന്നേ? പാലക്കാട്. ഇന്നലെ എത്തിണ്ടാവും? ഇന്ന് പുലർച്ചെ വന്നു. തൊഴാൻ പറ്റി? എന്താ മോന്റെ പേരെന്താ? അമിത്. കൃഷ്ണനെ കണ്ടുവോ? ഇത് കൃഷ്ണന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ വിഷ് ചെയ്തോ? എന്താ പറഞ്ഞേ? എന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരസുഖമില്ലാണ്ട് അപ്പൊ അതെന്തായാലും കൃഷ്ണൻ കേൾക്കും കേട്ടോ. അതാണ് നല്ല. നമുക്കൊരു കുഞ്ഞി കണ്ണനെ കാണുന്നുണ്ട്. ഹലോ, ഈ കുഞ്ഞിക്കണ്ണനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. പേരെന്താ? കുഞ്ഞിക്കണ്ണന്റെ പേരെന്താ? മൈക്കൊക്കെ കണ്ടതിന്റെ ഒരു ആകാംക്ഷയിലാണ് ആള്. മൈക്ക് നോക്കുന്നുണ്ട്. ഇത് കണ്ണന്റെ ചേട്ടനാണോ? ബലരാമനാണോ ഇത്? ആണോ? ഭഗത്താണല്ലേ, ബലരാമനല്ല അല്ലേ? പറയൂ, പേര് പറഞ്ഞു കൊടുക്കൂ. ഭഗത്ത് എത്രയിലാ പഠിക്കുന്നേ? ഒന്നും ചെയ്യില്ല. അനിയനെ കണ്ണനായിട്ട് എങ്ങനെയുണ്ട് കാണാൻ? സുന്ദരനാണല്ലേ? ആണല്ലേ? കൊള്ളാം അല്ലേ? ഇതൊക്കെ അമ്മ ചെയ്തതാ. അമ്മ സൂപ്പറാണല്ലേ? കൊള്ളാം, ഒരു കുഴപ്പമില്ല അല്ലേ? എന്നാ ചേട്ടൻ എന്താ കണ്ണനാവാഞ്ഞേ? ഉണ്ണിക്കണ്ണനായതുകൊണ്ടാ? വലിയ ആളായല്ലേ? ചേട്ടൻ വലുതായോണ്ടല്ലേ കണ്ണനാവാത്തെ? അതെ. അനിയനെ അമ്മയാണോ ഒരുക്കിയത്? ഉണ്ണിക്കണ്ണനെ കണ്ടോ? ഗുരുവായൂരിലെ കണ്ണനെ കണ്ടോ? കണ്ടില്ലേ? സമയം തൊഴുതോ, കണ്ണനെ കണ്ടില്ല അല്ലേ? ഓക്കെ. എത്രയിലാ പഠിക്കുന്നേ? ഒന്ന് സീലാണല്ലേ? പാട്ട് പാടുവോ ഇയാള്? ഇടയ്ക്ക് ഒന്ന് പാടിക്കേ. അയ്യോ, ഞാൻ പാടുന്നില്ല, നാണമാണ്. ഇതാ ഒരു മറ്റൊരു കണ്ണനെ കാണാം ഇവിടെ. എവിടെ നോക്കിയാലും കണ്ണനാണ്. കണ്ണന്റെ പേരെന്താ?
കീർത്തന എത്രയിലാ പഠിക്കുന്നേ? 6 ഈ കണ്ണനായിട്ട് ആരെ കണ്ണനായിട്ട് ഒരുക്കിയേ? അമ്മ. അമ്മ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ. ഒരു പാട്ടൊക്കെ പാടുവോ കീർത്തന? നാണമാണോ? കണ്ണന് നാണം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ നാണിക്കണേ? കീർത്തനയുടെ വീട് എവിടെയാ? തണ്ടില. ഈ ഓടക്കോല് ആരുടെ കയ്യിലാ കൊടുത്തേ? കണ്ണന്റെ കയ്യിലല്ലേ ഓടക്കോല് വേണ്ടേ? ഇത് പിടിച്ച് ഓടക്കോല് നോക്കട്ടെ, രസമുണ്ടോ നോക്കട്ടെ. അടിപൊളി. ശരി, അപ്പം നമ്മള് വലിയൊരു കണ്ണനെയും കൂടെ കണ്ടു. കുഞ്ഞിക്കണ്ണന്മാർക്കിടയിൽ ഒരു വലിയ കണ്ണനും ഉണ്ട്. ഇവിടെ ഇതാ ആളുകളൊക്കെ ഇങ്ങനെ മണിക്കൂറുകളായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ. ചേച്ചി എവിടുന്ന വരുന്നേ? താമരക്കുളം. കുറെ നേരമായിട്ട് ക്യൂ നിൽക്കുവാണോ? ഇന്നലെ രാത്രി വന്ന് ക്യൂ നിൽക്കും. ഭക്ഷണമൊന്നും കഴിച്ചില്ല? ഇല്ല. ക്യൂ നീങ്ങുന്നില്ലേ? ഇല്ല, നീങ്ങുന്നില്ല. ഇപ്പഴാ ഒന്ന് നീങ്ങുന്നത്. ഇന്നലെ രാത്രി മുതൽ നിൽക്കുവാണ്. അമ്മയുടെ പേരെന്താ? അംബിക. ഇന്നലെ മുതൽ നിൽക്കുവാണല്ലേ? ഇന്നലെ 10 മണിക്കോളം നിൽക്കണാണ്. എന്തായാലും കണ്ണനെ കണ്ടിട്ടേ പോകുള്ളൂ. പെരുന്നാൾ ദിവസം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഒരു അമ്മയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തെ കാഴ്ചകളാണ് ആര്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഒന്ന് ക്യൂ വിടുന്ന തിരക്കാണ്. അപ്പൊ അതിനോ എഴുന്നേറ്റ് നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. കിട്ടിയ അവസരത്തിന് എങ്ങനെയെങ്കിലും മുന്നിലെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രമാത്രം തിരക്കുണ്ട്. ഭഗവാനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇന്നലെ മുതലെത്തിയ ആളുകളാണ്. ചേട്ടാ എപ്പോ വന്നതാ? ഇന്നലെ രാത്രി 12 മണിക്ക്. നല്ല ക്യൂ ആണ്. അതെ, നല്ല തിരക്കാണ്. ചേച്ചി പേരെന്തുവാ? ബീന. ഇന്നലെ എത്തിയതാണോ? ഇന്നലെ എത്തിയ ആളുകളെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്ക്. നമുക്ക് ഒരു ഗുരുവായൂരെന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും കടകളായിരിക്കുമല്ലോ. ഈ കടകൾ കാണാം. കൃഷ്ണ വിഗ്രഹമുള്ള കടകളാണ്. ചേട്ടാ കടയിൽ നല്ല തിരക്കാണോ? സീസൺ ആണോ നിങ്ങൾക്ക്? സീസൺ ഒന്നല്ല, ഇതിപ്പോ ഇങ്ങനെ ഇത് കിട്ടിയ കാരണമുണ്ട് നമുക്ക് കച്ചവടം കുറവാണ്. കുറവാണ്. സംഭവിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കുറെ കെട്ടുകളൊക്കെ വന്നുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? ഏതായാലും കുഴപ്പമില്ല. ശരി, അതാണ്. കടകളിലും തിരക്കുണ്ട്. ഇതാ കല്യാണം കഴിഞ്ഞ ഒരാള് വരുന്നുണ്ട്. വധു ഇല്ലേ? ഒറ്റയ്ക്കാണോ വരുന്നേ? വധു ഡ്രസ് മാറാൻ പോയതാണ്. അതുകൊണ്ട് വരൻ ഒറ്റയ്ക്ക് നടക്കാണ്. സാധാരണ രണ്ടുപേരും ഒരുമിച്ചാ കാണുന്നേ. എന്നിട്ട് വധുവിന്റെ പേരെന്താ? ജനനി. വരന്റെ പേരെന്താ? ശബരി. ജസ്റ്റ് മാരീഡ് ആണ്. അതെ. ഇന്നത്തെ ദിവസം പ്രത്യേകം തെരഞ്ഞെടുത്തതാണോ? അല്ല. എന്നാലും ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞൊരു താല്പര്യമായിരിക്കും. ആ ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ്. അതെ, നമ്മുടെ അവരുടെ ആഗ്രഹത്തിന് പുറത്ത്. അവരുടെ ആഗ്രഹത്തിന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, കിട്ടിയാൽ മതി എന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വരനും വധുവിനും ന്യൂസ് 18ന്റെ ഹാപ്പി മാരീഡ് ലൈഫ്. വധുവിനോട് പ്രത്യേക അന്വേഷണം പറയുക. ഓക്കെ, ശരി. ഇവിടെ വരനെ മാത്രമാണ് നമ്മൾ കണ്ടത്. വധു ഡ്രസ്സ് മാറാൻ പോയതാണ്. അതുകൊണ്ടാണ് വധുവിനെ കാണാത്തത്. എന്തായാലും ഇവിടെ നോക്കിയാലും വധുവരന്മാരെയും അതോടൊപ്പം കണ്ണന്മാരെയും രാധമാരെയും മാത്രം കാണുന്നൊരു അത്രമേൽ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഭഗവാനെ കാണുക എന്നുള്ളതാണ് ആളുകൾക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മണിക്കൂറുകൾ ക്യൂ നിന്നാൽ പോലും വേണ്ടിയില്ല, ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നടപ്പന്തലിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ക്യൂ നോക്കണം, എവിടെയാണ് ക്യൂ. ഈ നടപ്പന്തലും കഴിഞ്ഞ് റോഡിലോട്ട് ക്യൂ പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലേ അനീഷ്? നടപ്പന്തലും കഴിഞ്ഞ് റോഡിലോട്ടാണ് ക്യൂ. തീർച്ചയായിട്ടും ഈ തിരക്ക് ഇങ്ങനെ നീളും. കാരണം ഇപ്പോൾ ഉണ്ടായ തിരക്കല്ല, പുലർച്ചെ 4 മണിയായപ്പോൾ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കാരണം ഈ അഷ്ടമി രോഹിണി ദിവസം ഉണ്ണിക്കണ്ണനെ തൊഴാൻ അല്ലെങ്കിൽ കണ്ണനെ തൊഴാൻ എത്തുന്ന ആളുകളുടെ എണ്ണമൊക്കെ വലുതാണ്. ഒരു അമ്മയുണ്ടല്ലേ? അമ്മയെ പേരെന്താ? എന്റെ കോമളം. എവിടുന്നാ വരുന്നേ? ആലക്കാട്. ഇന്നലെ വന്നോ? ഇന്നലെ അല്ല, എന്നാ വന്ന്. തൊഴുതിട്ടിയാ തൊഴുകാൻ പോണേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പോയി നിൽക്കും ക്യൂ. അത്രമാത്രം ഉണ്ടല്ലോ ക്യൂ. ഞങ്ങൾക്ക് വയസ്സായതിലൊന്നും നീ കടക്കണം പറഞ്ഞിട്ട് കയറ്റി വിടുമായിരിക്കും അല്ലേ? കയറ്റി വിടുമായിരിക്കും. കൃഷ്ണഭക്തയാണോ അമ്മ? ഞാൻ എല്ലാ മാസവും വരാറുണ്ട്. അമ്മ ഒരു ഭക്തിഗാനൊക്കെ പാടുവോ? ഭക്തിഗാനൊന്നും പാടാൻ പറ്റില്ല. അമ്മയെ കണ്ടിട്ട് നല്ല പാട്ട് പാടുന്ന ആളാന്ന് തോന്നല്ലോ. വലിയ പാട്ട് പാടാൻ ഇല്ല, ഭക്തി മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പോട്ടെ എന്നാ എന്നെ ഒന്ന് വിടുന്നാണ്. ശരി മോളെ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പോട്ടെ എന്നെ ഒന്ന് വിട്ട് എന്നുള്ള എക്സ്പ്രഷനാണ്. എന്തായാലും അത്ര രസമുള്ള കാഴ്ചകൾ, ഭക്തി നിർഭരമായ കാഴ്ചകൾ. ആളുകൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയെങ്കിലും മുന്നിലൊന്ന് എത്തിയാൽ മതി എന്ന് മാത്രം പറയുന്ന ആളുകളാണ്. ഇന്നലെ മുതൽ വന്നവരാണ്. ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ് അനീഷ്.
തീർച്ചയായും ഈ രാവിലെ മുതൽ എത്തുന്ന ആളുകൾക്ക് ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം കണ്ണനെ കാണണം. ഈ പ്രത്യേകിച്ചും ഈ അഷ്ടമി രോഹിണി ദിവസം പറ്റുമെങ്കിൽ രാവിലെ തന്നെ കണ്ണനെ കണ്ടാൽ അതിൻ്റെ ഒരു പുണ്യം വലുതാണ്. ഈ ദിവസം വന്ന് ഉപവാസം ഇരിക്കുന്നവരുണ്ട്. തുളസി മാലയും കാഴ്ചക്കുലകളും ഒക്കെയായി അവിടെ നിന്നും എത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒറ്റ ആഗ്രഹം, ഒറ്റ ലക്ഷ്യം മാത്രമാണ് കണ്ണന്റെ സന്നിധിയിലേക്ക് എത്തുക. അത് നമുക്ക് കാണാം. ഈ ഇരുന്ന് ക്ഷമയോടുകൂടിയാണ്, അല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി വലിയൊരു തിരക്കുണ്ടാക്കിയൊന്നുമല്ല പോകുന്നത്. ക്ഷമാപൂർവ്വം അവരവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലിരിക്കുന്നു. ഓരോ വരിയും ആളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ആളുകൾ മാറുന്ന ഒരു കാഴ്ച. അങ്ങനെ സാവധാനം പോയി കണ്ണനെ കാണുക എന്നതാണ്. ഒപ്പം ഈ ക്ഷേത്രത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട പല ചടങ്ങുകളുമുണ്ട്. പ്രത്യേകിച്ചും ഈ കാഴ്ച ശിവേലി അടക്കമുള്ളവയുണ്ട്. ഈ പെരുവനം കുട്ടന്മാരുടെയും തിരുവല്ല രാധാകൃഷ്ണന്റെയും പ്രമാണത്തിൽ 100ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന വിശേഷാൽ മേളം ഉണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള കാഴ്ച ശിവേലിക്കും രാത്രി വെളുക്കളിലും വൈക്കം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രത്യേക പഞ്ചവാദ്യമുണ്ടാവും. ഒപ്പം സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന ചടങ്ങ്, അത് ഈ അഷ്ടമി രോഹിണി ദിനത്തോടനുബന്ധിച്ച് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഈ സ്വർണം കോലം എഴുന്നള്ളിക്കുന്നത്. ഇന്ദ്രസൻ എന്ന കൊമ്പനാണ് ഈ എഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്ന ആന. ഒപ്പം ഇത്തവണ എല്ലാ വർഷവും ഈ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ക്ഷേത്രകലാ പുരസ്കാര സമർപ്പണമുണ്ട്. അത് പഞ്ചവാദ്യ പ്രമാണി പെരിങ്ങോട് ചന്ദ്രൻ ആണ് അർഹനായിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന യോഗത്തിൽ അത് ദേവസ്വം മന്ത്രി PN വാസവൻ വിതരണം ചെയ്യും. അങ്ങനെയുള്ള ചില ചടങ്ങുകൾ കൂടി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങും അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ നടക്കും. ഒപ്പം ഈ ക്ഷേത്രപരമായ ചടങ്ങുകൾക്കൊപ്പം ഈ അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയാണ് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. മമ്മിയൂർ, പെരുന്തട്ട, നെന്മിനി ബാലരാമ ക്ഷേത്രങ്ങളിൽ നിന്നും ഉള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. അത് വലിയ ആഘോഷപൂർവ്വമുള്ള എഴുന്നള്ളിപ്പുകളാണ്. അവ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്കാണ് എത്തുന്നത്. വൈകിട്ട് 3-ന് തിരുവങ്കടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ച് നാരായണ അമ്പലത്തിൽ സമാപിക്കും. സന്ധ്യയ്ക്ക് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ 3 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പുണ്ടാവും. എന്തായാലും ഇത്തരത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ, അവിടെ നിന്നുമാണ് ഈ ശോഭായാത്രകൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നത്. ആ ഘോഷയാത്ര, ഈ ശോഭായാത്രകളും ഘോഷയാത്രകളുമൊക്കെ കണ്ടിരിക്കേണ്ട രസകരമായ ഈ നയന മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ അഷ്ടമി രോഹിണി നാളിലാണ് ഈ ഗോപിക നൃത്തവും രാധാമാധവ നൃത്തവും ഉറിയടിയും അടക്കമുള്ള കാര്യങ്ങൾ. വളരെ രസകരമായ കാഴ്ചയാണ്. ഈ ഉറി ഇങ്ങനെ ഉയർന്നു താഴുമ്പോൾ ഗോപികമാർ, കൃഷ്ണന്മാരൊക്കെ പ്രത്യേക ചുവടുകളോടുകൂടി ആ ഉറിയടിക്കാനായി നീങ്ങുന്നു. ഒരു കള്ളക്കണ്ണും കള്ളനോട്ടവും ഒക്കെ ആയി ഭയങ്കര ആ കാഴ്ച നമുക്ക് കൃത്യം 9 മണിക്ക് കാണാം. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് 9 മണിയോടുകൂടി കൃഷ്ണ വേഷം കെട്ടിയ കൃഷ്ണനും രാധമാരും ഇറങ്ങും. പിന്നെ അവർ ഇറങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ട് ഒരു 11 മണിയോടുകൂടി എത്തും. അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, അവരിറങ്ങുന്ന മമ്മിയൂർ ക്ഷേത്രം മുതൽ ഗുരുവായൂർ അമ്പല നട വരെ ഉറിയടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഗോപികാ നൃത്തമുണ്ടാകും, കൃഷ്ണനാട്ടം ഉണ്ടാകും. അങ്ങനെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ആ കാഴ്ച നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എന്തായാലും അത്രമാത്രം അഭൂതപൂർവ്വമായി തിരക്ക്. ഞങ്ങളിങ്ങനെ ഞാനും മനീഷും ഇങ്ങനെ നടന്ന് നമ്മുടെ നടപ്പന്തലിന്റെ മുൻപിലെത്താനായി, എന്നിട്ട് പോലും ഈ തിരക്ക് എവിടെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം ആളുകൾ ഇതാ ക്യൂ നിൽക്കുന്നു. ഇതൊക്കെ ക്യൂവിന്റെ അവസാനത്തോട്ട് എത്തുന്നു. എവിടുന്നാ വരുന്നേ? കോയമ്പത്തൂരിൽ നിന്നാണല്ലേ? ഇന്നലെ എത്തിയോ? അപ്പം നൈറ്റ് 8 o'clock bus from there. ഓക്കെ. വലിയ ക്യൂ ആണ്. വലിയ ക്യൂ. അതാണ് കോയമ്പത്തൂരിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുകയാണ്. ഇന്നത്തെ ദിവസം അത്രമേൽ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഭക്തിയും സന്തോഷവും ആഗ്രഹ സഫലീകരണവും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഗുരുപവനപുരി. അത് പൂർണ്ണമായും അമ്പാടിയാകാനുള്ള ഒരുക്കം ആണ് നടക്കുന്നത്. അതിനുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂർ ഒരു അമ്പാടിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നോക്കിയാലും ഇവിടെ കണ്ണനും ഗോപികമാരും മാത്രമാണ്. എല്ലാ തവണയും ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നാളുകളിൽ കുഞ്ഞുണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ നിഷ്കളങ്ക ഒരു ഭക്തിയുടെയും കൗതുകത്തിന്റെയും എല്ലാം ഒരു അപൂർവ കാഴ്ചയായി നമ്മൾ കാണാറുണ്ട്. അതിന് ഒരു മാറ്റവുമില്ല ഇത്തവണയും എന്നത് തന്നെയാണ് പ്രത്യേകത. എല്ലാ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെ പിറന്നാൾ കാഴ്ചകൾക്ക് ഓരോ വർഷവും അത്
കൂടി വരികയാണ്. ഓരോ കുഞ്ഞിക്കണ്ണന്മാരെ കാണുമ്പോഴും ഗോപികമാരെ കാണുമ്പോഴും ഒക്കെ ആ കാഴ്ചയ്ക്കൊരു വല്ലാത്ത ഭംഗിയാണ്. അവർക്ക് അവരുടെ ചിരി കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, ഒരുങ്ങി നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അത്രമാത്രം രസമുള്ള കാഴ്ചകൾക്കാണ് ഈ ഗുരുഭവനപുരി ഇനി സാക്ഷിയാകാൻ പോകുന്നത്. പൂർണ്ണമായി ഗുരുഭവനപുരി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണന്റെ പിറന്നാളിന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 40,000 പേർക്ക് സദ്യയുണ്ട്. ആ സദ്യയിൽ ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത്ര തിരക്കാണ്. കാരണം അവിടെ നമുക്കൊരു കുഞ്ഞി കണ്ണനെ കാണാം. അച്ഛന്റെ തോളില് കയറി നിൽക്കുകയാണ്. ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിക്കണ്ണനുണ്ട്. കുഞ്ഞിക്കണ്ണന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം, ആള് മിണ്ടോന്നൊന്നും അറിയില്ല. ഹലോ, ഈ കുഞ്ഞിക്കണ്ണന്റെ പേരെന്താ? ചിരിക്കൂലേ? ആരെങ്ങനെ ഒരുക്കിയേ? ഒന്നും പറയില്ല. ഓടക്കുഴി തരാമോ? ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. ആളാകെ ഭയങ്കര കലിപ്പായി നിൽക്കുവാണ്. അത് അവിടെ മറ്റൊരു കണ്ണനുണ്ട്. ഒരു കണ്ണനും രാധയും ഉണ്ട്. കണ്ണനൊപ്പം മാത്രമല്ല, കണ്ണനൊപ്പം ഒരു രാധയുണ്ട്. ഈ കണ്ണന്റെ പേരെന്താ? അയ്യോ, ചിരിച്ചേ, പേര് പറയത്തില്ലേ? ഈ രാധയുടെ പേരെന്താ? രാധയാണോ ഇത് ഗോപികയാണോ? ആരാണ്? കണ്ണന്റെ രാധയാണോ? ആണോ? എന്താ രാധയുടെ പേര്? ആരാധ്യയാണോ? ആഹാ, ആരാധ്യ എത്രയാ പഠിക്കുന്നേ? ആരാ ഇങ്ങനെ ഒരുക്കിയ, സുന്ദരിയായിട്ട് ഒരുക്കിയത് ആരാ? അമ്മയാണോ? കണ്ണൻ അനിയനാണോ? അനിയത്തിയാണോ? അനിയത്തി അമ്മയാണോ ഒരുക്കിയത്? വീടെവിടെയാ? ഇങ്ങനത്തെ ഈ ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ളതൊരു ആചാരമാണോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമാണോ? സന്തോഷമാണോ? സന്തോഷം, വിശ്വാസത്തിന്റെ ഭാഗം, സന്തോഷം. എല്ലാതും തൊഴാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം തിരക്കാണ്, നല്ല തിരക്കാണ്. എന്നാലും കുറച്ച് നേരത്തെ, ഇവർക്ക് ഇതിലും കൂടുതൽ നേരത്തെ ആൾക്ക് പറ്റില്ല. അപ്പൊ പിന്നെ പറ്റുന്നെങ്കിൽ തൊഴും. അപ്പൊ എന്തായാലും കണ്ണന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഇന്ന്? കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ആണോ? അപ്പൊ കണ്ണന് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഒരു കണ്ണനെയും രാധയുമാണ്. അങ്ങനെ ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരെ, രാധമാരെ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞു മക്കൾ ഇങ്ങനെ ഒരുങ്ങി കണ്ണന്റെയും രാധയുടെയും ഒക്കെ വേഷത്തിൽ ഒരുങ്ങി വരുന്നത് കാണാൻ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അല്ലേ? അങ്ങനെ ഗുരുവായൂരിലെ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അനീഷും ഭവ്യയുമാണ് നമുക്കൊപ്പം അവിടെ നിന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി ചേർത്തത്. അവരൊരു ക്യൂവിൻ്റെ ഒരു മുൻഭാഗത്തു നിന്ന് നടന്നു തുടങ്ങിയതാണ്. അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അത്രത്തോളം തിരക്കാണ്. നടപ്പന്തലും കഴിഞ്ഞ് റോഡ് വരെ എത്തി നീണ്ടു നിൽക്കുകയാണ് ക്യൂ. ആ ക്യൂ ഇനിയും വലുതാവത്തതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി 8 മണി മുതലൊക്കെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയ ആളുകളെയൊക്കെയാണ് നമ്മളിപ്പം ക്യൂവിൻ്റെ ആദ്യം കണ്ടത്. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പം ആ ക്യൂ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകളും ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പിറന്നാൾ കണ്ണനെ കാണാൻ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ ആഘോഷങ്ങൾ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്താം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. അപ്പോൾ രാവിലെയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാണല്ലോ. ഏറെ പേർ കൃഷ്ണനെ കാണാനെത്തുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഉള്ളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മളൊന്ന് പോകുന്നത്. കണ്ടിട്ട് വരാം. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ അദ്വിതീയമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. ബാലഗോപാലനായി ഭഗവാൻ കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 13 വയസ്സിൽ താഴെയുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സാധാരണയായി ഭഗവാനെ പശുവിനൊപ്പം കാണാറുണ്ടെങ്കിലും ഇവിടെ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്ന കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പശുവില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ഉണ്ണിക്കണ്ണന് ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ സങ്കല്പം. ഇവിടെ ഏതാണ്ട് ഒരു 22 വർഷമായിട്ട് ഞങ്ങളിവിടെ
പൂജാതി കർമ്മങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് മേശാന്തിപദം അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ കാലത്തെ 5:30 നട തുറന്ന് അഭിഷേകം, അതായത് ഇഞ്ച, എണ്ണ, കരിക്ക്, പാല് എന്നിവ കൊണ്ട് അഭിഷേകം നടത്തി മലനേദ്യത്തോടു കൂടി രാവിലത്തെ പൂജ, 7:30 ഉഷപൂജ, തുടർന്ന് ഉറി വഴിപാട്, മറ്റ് സമർപ്പണങ്ങൾക്ക് ശേഷം 10:30 ഉച്ചപൂജ, 11 മണിയോടുകൂടി രാവിലത്തെ പൂജ അവസാനിക്കുകയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് വൈകിട്ടത്തെ പൂജാസമയം. 5:30 മണി മുതൽ 6:20 വരെ വൈകുന്നേരം ഉറി സമർപ്പണത്തിനുള്ള സമയമാണ്. അതിനുശേഷം 6:35 മുതൽ ദീപാരാധന, തുടർന്ന് 7:10 അത്താഴ പൂജ, അതോട് 7:30 നടയടയ്ക്ക് എന്നിങ്ങനെയാണ് ഇവിടുത്തെ പൂജാക്രമം. ലോകത്ത് തന്നെ അനന്യമായ ഉറി വഴിപാട്, മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ, കായൽ മാടന്റെ ഐതിഹ്യം, അത്ഭുതകരമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നിവയിലൂടെ ഈ ക്ഷേത്രം ഭക്തരുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹത്തിന്റെ ദിവ്യദീപമായി തിളങ്ങുന്നു. ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യവും അതിന്റെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും സമഗ്രമായി നമുക്ക് നോക്കാം. പോളച്ചിറ എന്ന ജലാശയത്തിന്റെ തീരത്ത് ഒരു കാലത്ത് ചതുപ്പുകളും കൈതക്കാടുകളും നിറഞ്ഞ ഇരുണ്ട പ്രദേശത്താണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ പ്രദേശം കായൽ മാടൻ എന്ന ഭീകര സത്വത്തിന്റെ ഭയാനകമായ സാന്നിധ്യം കൊണ്ട് ജനങ്ങൾ പേടിച്ച് വരാതിരുന്ന സ്ഥലമായിരുന്നു. കയ്യിൽ ഇരുമ്പ് ദണ്ടുമായി ജലത്തിനു മുകളിലൂടെ നടക്കുന്ന, ഭയപ്പെടുത്തുന്ന അലർച്ചകൾ ഉണ്ടാക്കുന്ന ഈ രൂപം പകൽ പോലും ആ പ്രദേശത്തേക്ക് പോകാൻ ജനങ്ങളെ പേടിപ്പിച്ചു. എന്നാൽ 1071 മീനമാസത്തിലെ രോഹിണി നക്ഷത്ര ദിനത്തിൽ താഴമൺ കുടുംബത്തിലെ ശങ്കരൻ തന്ത്രി നടത്തിയ പ്രതിഷ്ഠയോടെ ഈ പേടി അവസാനിച്ചു. ഗോകുലത്തെ കാളിയ സർപ്പത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഉണ്ണിക്കണ്ണൻ കായൽ മാടനെ ശമിപ്പിച്ച് ഭഗവദ്ദാസനാക്കി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു പേരാൽ മരത്തിന്റെ ചുവട്ടിൽ കുടിയിരുത്തിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. 67 വർഷങ്ങൾക്ക് മുൻപ് താഴമൺ തന്ത്രി നട്ട ഈ പേരാൽ മരത്തിന് ചുവട്ടിൽ കുംഭമാസത്തിലെ അശ്വതി നക്ഷത്ര ദിനത്തിൽ കായൽ മാടന് പൂജയും നിവേദ്യവും ഇപ്പോഴും നടത്തുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ നടന്ന അത്ഭുതകരമായ സംഭവങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ദൈവിക സാന്നിധ്യത്തിന് അടിവരയിടുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ പെട്ടെന്നൊരു ഇടിമിന്നലും മഴയും, ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ടു പറന്ന കൃഷ്ണപ്പരുന്തും ഭഗവാന്റെ സാന്നിധ്യമായി ഭക്തർ കണക്കാക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി താഴികക്കുടം തുറന്നപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് സ്ഥാപിച്ച വെറ്റില വാടാതെ കണ്ടെത്തിയത് ഭക്തരെ അത്ഭുതപ്പെടുത്തി. 2020 ലോക്ക്ഡൌൺ കാലത്ത് കിടാവിളക്കിന്റെ തിരിയണഞ്ഞ് സ്വയം തെളിഞ്ഞ സംഭവം 10 ലക്ഷത്തോളം ആളുകൾ കണ്ട വൈറൽ വീഡിയോ ആണ്. ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ടായെങ്കിലും ഭക്തർ ഇതിനെയെല്ലാം ഉണ്ണിക്കണ്ണന്റെ ലീലയായാണ് കാണുന്നത്. ഈ ഐതിഹ്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും ഇവിടുത്തെ ആത്മീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ആചാരമാണ് ഉറി വഴിപാട്. ലോകത്ത് തന്നെ ഈ ചടങ്ങ് നടത്തപ്പെടുന്ന ഏക ക്ഷേത്രം. ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിയാൽ ഒരു പ്രത്യേക കാഴ്ചയായി നിൽക്കുന്ന കൺകുളിർക്കെയുള്ള കാഴ്ചയാണ് ഭക്തർ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച ഉറികൾ. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും, ക്ഷേത്രത്തിൻ്റെ മുൻവശങ്ങളിലും ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും തൂക്കിയിട്ടിരിക്കുന്ന ആ ഉറികൾ കാണുന്നത് തന്നെ ഭക്തരെ കൺകുളിർക്കെ കാണുന്ന ഒരു വലിയ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തിയാൽ അതേപോലെയുള്ള ഒരു പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭക്തർ തങ്ങളുടെ ആഗ്രഹം അതെന്തായാലും, വിവാഹം, തൊഴിൽ, സന്താനലബ്ധി, അങ്ങനെ ആഗ്രഹം നിറവേറ്റാൻ ഉണ്ണിക്കണ്ണന് ഉറി വഴിപാട് സമർപ്പിക്കുന്നു. വെണ്ണ, കദളിപ്പഴം, അവൽ, കൽക്കണ്ടം, പഞ്ചസാര, ലഡു, ഉണക്കമുന്തിരി, വെളുത്ത എള്ളിന്റെ ഉണ്ട തുടങ്ങിയ വസ്തുക്കൾ ചെറിയ കലങ്ങളിൽ നിറച്ചാണ് വഴിപാട് നടത്തുന്നത്. ഈ ഉറികൾ പലപ്പോഴും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ ഉറികളുമായി ശ്രീകോവിലിനു ചുറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം ചെയ്യുന്നു. തുടർന്ന് നമസ്കാര മണ്ഡപത്തിൽ ഉറി തൂക്കിയിട്ട ശേഷം മേൽശാന്തി ഈ വിഭവങ്ങൾ ഭഗവാന് നേദിക്കുന്നു. പ്രസാദമായി ഈ വിഭവങ്ങൾ ആദ്യം കുട്ടികൾക്കും പിന്നീട് മുതിർന്നവർക്കും നൽകും. ഗോകുലത്തിൽ വെണ്ണ കട്ട് തിന്നുന്ന കൃഷ്ണന്റെ ബാലലീലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആചാരം. ഈ വഴിപാടിലൂടെ ഉണ്ണിക്കണ്ണന് അനുഗ്രഹം കിട്ടുകയും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വർഷങ്ങളായി സന്താനലബ്ധിക്ക് കാത്തിരുന്ന ദമ്പതികൾ ഈ വഴിപാട് നടത്തിയ ശേഷം കുഞ്ഞുണ്ടായ കഥ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഏറെ കൂട്ടിയിട്ടുണ്ട്. അവർക്ക് സാധിക്കാത്ത ഒരു ആഗ്രഹങ്ങളും ഇല്ല എന്നുള്ളതാണ് ഭക്തജനങ്ങൾ തന്നെ നേരിട്ടൂടെ പറയാറ്. പ്രത്യേകിച്ച് വ്യക്തിപരവും കുടുംബപരവുമായ ഏത് ആവശ്യങ്ങൾക്കും ഈ ക്ഷേത്രത്തിലെ ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും.
എടുത്തു പറയത്തക്കതായ നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത തലമുറ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ തലമുറയെ നമുക്കൊരു വിവാഹശേഷം സന്താന സൗഭാഗ്യമില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നിരമ്പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ പൂജയിൽ പങ്കെടുക്കുകയും ഒരു പരിപാടി സമർപ്പിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്കെല്ലാം ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശനമുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്ര പരിശുദ്ധി പാലിച്ച് എത്തുന്ന ഏതൊരു വിശ്വാസിക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച്, നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള സന്താന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 5000-ലധികം കുടുംബങ്ങൾക്കാണ് സന്താന സൗഭാഗ്യം ലഭിച്ചത്. അതേപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഈ ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉണ്ണിക്കണ്ണൻ്റെ ഒരു നിറസാന്നിധ്യമുള്ള ഒരു അമ്പാടിയാണ് ഈ ഉളനാട്ടിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ നിറവേറിയ ശേഷം നന്ദി സൂചകമായി വീണ്ടും ഉറി വഴിപാട് നടത്തുന്ന ഭക്തരും ഏറെയാണ്. ഉറി വഴിപാടിനൊപ്പം മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ്. എല്ലാ മലയാള മാസത്തിലെയും രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 9:30 മുതൽ 10:30 വരെ നടക്കുന്ന ഈ പൂജ വിവാഹ തടസ്സങ്ങൾക്കും തൊഴിൽ പ്രശ്നങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുമൊക്കെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങളുടെ പേര്, നക്ഷത്രം, ഒരു നാണയം എന്നിവ അടയ്ക്ക വെറ്റിലയിൽ വെച്ച് ഭഗവാനോട് ആഗ്രഹം പ്രാർത്ഥിക്കുകയാണ് ഭക്തർ. മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം ജപിച്ച് അർച്ചന നടത്തുന്നു. എല്ലാ മാസത്തിലും രോഹിണി നാളിൽ ഇവിടെ ലക്ഷ്യപ്രാപ്തി പൂജ, മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടന്നു വരുന്നുണ്ട്. അന്നത്തെ ദിവസം ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾ വന്ന് അവർ സ്വന്തമായിട്ട് ആ പൂജ കഴിക്കുന്ന ചടങ്ങാണ് ഈ ലക്ഷ്യപ്രാപ്തി പൂജ. അന്നേ ദിവസം വിശേഷാൽ അലങ്കാര ചാർത്തോടു കൂടിയാണ് ഭഗവാന്റെ ദർശനം എല്ലാവർക്കും കിട്ടുന്നത്. അത് ഇന്നാൾ വരെ അത് സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ വലിയൊരു പ്ലാനിങ്ങിലായിരിക്കും ഇന്ന രീതിയിൽ വേണമെന്നൊക്കെയുള്ള പ്ലാനിങ് നടത്തുന്നത്. പക്ഷേ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേന് അതെല്ലാം മാറി ഭഗവാനൊരു രൂപം നമ്മളെ നിശ്ചയിക്കും. ആ രീതിയിലായിരിക്കും ഇവിടുത്തെ ചാർത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഈ വരുന്ന രോഹിണി നാളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. 100 രൂപയാണ് വഴിപാട് നിരക്ക്. ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് നെയ്വിളക്ക്, പൂവ്, ചന്ദനത്തിരി, കർപ്പൂരം, വെറ്റില, തീർത്ഥപാത്രം എന്നിവ ലഭിക്കുന്നു. പൂജയുടെ പ്രസാദമായി ഒരു നാണയവും നൽകപ്പെടുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ഭക്തർ ഭദ്രമായി സൂക്ഷിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുത്ത് ജോലി ലഭിച്ചവരും വിവാഹം നടന്നവരും സന്താന സൗഭാഗ്യമുണ്ടായവരും ഉളനാട് ക്ഷേത്രത്തിന്റെ അനുഗ്രഹ ശക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നു. 2019 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വെക്കാതെ സ്കൂട്ടറിൽ പോയപ്പോൾ വീടിട്ട് എൻ്റെ 2 കണ്ണിൻ്റെയും റെറ്റിന ചതഞ്ഞു പോയിട്ട് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടതായിരുന്നു. ഒരു 80%. 4 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ച് കിട്ടത്തില്ല, ഓരോ വർഷം കഴിയുന്തോറും ആ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് ഞാൻ കൊറോണ സമയത്താണ് ശരിക്കും ഉണ്ണിക്കണ്ണൻ്റെ വാർത്തകളൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അന്ന് ഞാൻ കണ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഒരിക്കലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കല്ലേ എന്ന്. അങ്ങനെ ഇവിടുത്തെ രോഹിണി പൂജയെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ പൂജ എടുക്കാൻ തുടങ്ങി. 25 ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ തന്നെ ഞാനൊരു ആയുർവേദ ഡോക്ടറിനെ പരിചയപ്പെട്ടു. ഓരോ നിയോഗമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അന്ന് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിളക്കിൻ്റെ വെട്ടം പോലും എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് ഇവിടുത്തെ തിരുമേനിമാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഒന്നും പേടിക്കേണ്ട, ഭഗവാൻ എൻ്റെ കണ്ണാട്ട് എൻ്റെ കൂടെ കാണുമെന്ന്. 21 പൂജ പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച എനിക്ക് 2023 തിരിച്ച് കിട്ടിയത്. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉണ്ണിക്കണ്ണനെയും കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് യാത്ര പോയി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ജനുവരി ആയപ്പോഴത്തേക്കും എൻ്റെ 2ാമത്തെ കണ്ണിൻ്റെ ഭഗവാൻ കാഴ്ച എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ 2 കണ്ണിനും വേണ്ടിയിട്ട് 42 പൂജ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണാടി ഇല്ലാന്നാണ് എൻ്റെ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിക്കണ്ണനെയും ചേർത്തിട്ട് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ണിക്കണ്ണനും കൂടെ ചേർത്ത്. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഈ പൂജ. ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്താം. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ നടത്തുന്ന പാൽപ്പായസം വഴിപാട് ഉളനാട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരമാണ്. ഈ വഴിപാടിനായി അന്യമത വിശ്വാസികൾ പോലും എത്താറുണ്ട്. നഷ്ടപ്പെട്ട ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ തിരികെ കിട്ടിയ നിരവധി കഥകൾ ഇവിടെ പറഞ്ഞു കേൾക്കാം.
ഒരു ഭക്തൻ തന്റെ ആഭരണം തിരികെ ലഭിക്കാൻ പാൽപ്പായസം നേർന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് തിരികെ ലഭിച്ച കഥ ഇവിടെയുള്ളവർ പറയുന്നത് കേൾക്കാം. ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി, ദുർഗ, നാഗരാജാവ്, നാഗയക്ഷി എന്നിവർക്കും പ്രത്യേക വഴിപാടുകളുണ്ട്. വിനായക ചതുർത്ഥിക്ക് ഗണപതിക്ക് അപ്പം മൂടൽ, കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദുർഗയ്ക്ക് പൊങ്കാല, തുലാമാസത്തിലെ ആയില്യം നാളിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും 100 പാലും എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. മഴ പെയ്യാതിരിക്കാൻ തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുന്ന പതിവും ഇവിടെ പ്രചാരത്തിലുണ്ട്. വർഷത്തിൽ 9 മാസവും ഈ ക്ഷേത്രം വിവിധ ആഘോഷങ്ങൾ കൊണ്ട് സജീവമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ജന്മാഷ്ടമി ആഘോഷം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും അതിവിപുലമായി നടത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യമുള്ള അമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും ശോഭായാത്ര തുടങ്ങി ഈ ഉളനാട് പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഉളനാട് ജംഗ്ഷനിലെത്തി ഉളനാട്ടിലെ ഭഗവാന്റെ കാണിക്ക മണ്ഡപത്തിന് മുമ്പിലെത്തി ഉറിയടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ആ വിപുലമായ വിശാലമായ ശോഭായാത്ര ഉളനാട് ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ആ ശോഭായാത്രയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ കൃഷ്ണൻ്റെയും രാധയുടെയും വേഷങ്ങൾ കെട്ടി വളരെ മനോഹരമായ 100 കണക്കിന് കുട്ടികളാണ് രാധാകൃഷ്ണന്മാരുടെ വേഷം ധരിച്ച് ഈ ശോഭയാത്രയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മകരമാസത്തിൽ മകരവിളക്ക്, പറയെഴുന്നള്ളിപ്പോട് കൂടിയ മഹോത്സവം, കുംഭമാസത്തിലെ കാർത്തിക നാളിലെ പൊങ്കാല, മീനമാസത്തിലെ പ്രതിഷ്ഠാരോഹിണി, വൃശ്ചികത്തിലെ 12 ദിവസത്തെ കളഭം അവതാരച്ചാർത്ത്, വിഷുക്കണി, വിനായക ചതുർത്ഥി, കന്നിയിലെ വിദ്യാരംഭം എന്നിവ ഭക്തർക്ക് ആത്മീയ ആഹ്ലാദം പകരുന്നു. ഈ ഉത്സവങ്ങൾ പറയെഴുന്നള്ളിപ്പും വിളക്കിനെഴുന്നള്ളിപ്പും ഉൾപ്പെടെ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നാട്ടുകാരായ ഹൈന്ദവ വിശ്വാസികളുടെ സഹകരണത്തോടെയാണ് നടത്തപ്പെടുന്നത്. താന്ത്രിക കർമ്മങ്ങൾ താഴമൺ കുടുംബത്തിന് കീഴിലാണ്. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുടെ പവിത്രതയും ആധികാരികതയും ഉറപ്പാക്കുന്നു. ഉപനയനം കഴിഞ്ഞ നാൾ മുതൽ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ പാദപൂജ ചെയ്യുന്നത് കല്ലിശ്ശേരി കല്ലൂർ ഇല്ലത്ത് ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരിയും പ്രകാശ് നമ്പൂതിരിയുമാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്താൻ റോഡ് മാർഗവും ട്രെയിൻ മാർഗവും സൗകര്യമുണ്ട്. MC റോഡിൽ കുളനട ജംഗ്ഷനിൽ ഇറങ്ങി ഉളനാട് വഴി പോകുന്ന ബസ്സോ ഓട്ടോയോ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെത്താം. ഉളനാട് ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ പാണിൽ റോഡിലൂടെ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഓമല്ലൂർ കുളനട റോഡിലൂടെയും എത്താം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ 17 കിലോമീറ്റർ അകലെയുള്ള ചെങ്ങന്നൂരാണ്. അവിടെ നിന്ന് ബസ് മാർഗമോ ഓട്ടോറിക്ഷയിലോ ക്ഷേത്രത്തിലേക്ക് എത്താം. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു ക്ഷേത്രം എന്നതിലുപരി ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയ സമുദ്രമാണ്. ബാലഗോപാലന്റെ അപൂർവമായ പ്രതിഷ്ഠ, ഉറി വഴിപാടിന്റെ അനന്യത, മഹാസുദർശന പൂജയുടെ ഫലപ്രാപ്തി, കായൽമാടന്റെ ഐതിഹ്യം, അത്ഭുതകരമായ സംഭവങ്ങൾ ഇവയെല്ലാം ഈ ക്ഷേത്രത്തെ ഭക്തരുടെ ഹൃദയത്തിൽ നിത്യവാസമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വെളിച്ചം തേടുന്നവർക്ക് ഈ ഉണ്ണിക്കണ്ണന്റെ തിരുനട ആശ്വാസവും പരിഹാരവും ഏകുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം ഭക്തിയുടെ ശക്തിയെയും ദൈവിക ഇടപെടലിന്റെ മഹത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒപ്പം ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ ദിവ്യദീപം തെളിയിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. നെടുമങ്ങാട് ആനാട് സ്വദേശിനി ഋതികയുടെ ജന്മദിനമാണിന്ന്. വെമ്പായത്ത് നിന്നും അപ്പൂസും ആമിയുമാണ് ആശംസകൾ അറിയിക്കുന്നത് ഋതിക മോൾക്ക്. അപ്പോൾ ഋതികയ്ക്ക് ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. കരിക്കകം സ്വദേശിനിയായ മേഘയുടെയും വിഷ്ണുവിന്റെയും വിവാഹ വാർഷികമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവരുടെ വീടിന്റെ ഗൃഹപ്രവേശനം നടക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഡബിൾ സന്തോഷമാണ് വീട്ടിൽ. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ രണ്ടുപേർക്കും എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി. 11ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് മലപ്പുറത്തെ അനീഷും സജിനിയും. രണ്ടുപേർക്കും ആശംസകൾ.
ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് രണ്ടുപേർക്കും. അപ്പോൾ വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജന്മാഷ്ടമി പ്രമാണിച്ച് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ എല്ലാ ആഘോഷങ്ങളും പ്രേക്ഷകരിലേക്ക് സമഗ്ര കവറേജായി ന്യൂസ് 18 എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18നോടൊപ്പം തുടരുക. ഇനി നമ്മൾ ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളാണ് കാണാൻ പോകുന്നത്.